വിശദമായി കടക്കുകയാണ് നമ്മൾ വാർത്തകളിലേക്ക്. ഇപ്പോൾ കത്തി നിൽക്കുന്ന ആ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. യുവതികളുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നടപടി എന്ന കാര്യത്തിൽ തീരുമാനം ഇന്ന്. ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ വെല്ലുവിളിയാകുമെന്ന വാദമാണ് MLA സ്ഥാനം രാജിവെക്കുന്നതിന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് ആലോചന. രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാകുമ്പോഴും ദുർബല വാദങ്ങൾ നിരത്തി പ്രതിരോധം തീർക്കുകയാണ് രാഹുൽ. TG സജിത്ത് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ ആവശ്യം, രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മുതിർന്ന നേതാക്കളും വനിതാ നേതാക്കളും ഒരേ സ്വരത്തിൽ രാജി ആവശ്യപ്പെടുമ്പോഴും കോൺഗ്രസിനെ ഈ ഘട്ടത്തിൽ പിന്നോട്ട് വലിക്കുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഉണ്ടായാൽ അത് പാർട്ടിക്ക് വല്ലാത്ത തിരിച്ചടി നേരിടും എന്ന ആശങ്കയാണോ? അങ്ങനെയെങ്കിൽ ഇനി പാർട്ടി കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള നീക്കം ഏത് തരത്തിലാണ്? രാഹുലിനെതിരെ പാർട്ടിയിൽ ഒരു അച്ചടക്ക നടപടി എടുക്കാനാണോ? അതൊരു സസ്പെൻഷനിലേക്ക് കടക്കുകയാണോ? അതോ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുമോ? എന്താണ് ഏറ്റവും ഒടുവിലായി നമുക്ക് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന? അറിയ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയൊരു വാർത്താ ദിനമാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. അതിലേറ്റവും പ്രധാനം, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മൾ ചർച്ച വരുന്ന രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുമോ? ഈ വാർത്തയിൽ ഇനി എന്ത് നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്ന ചോദ്യമാണ്. ഇന്നലെ പകൽ ദിനം തന്നെ നമ്മൾ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അതുണ്ടായില്ല. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം നിർണായകമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച്. കാരണം അവരുടെ ഒരു യുവ നേതാവ് നേരിടുന്ന ഒരു കടുത്ത ആക്ഷേപം, ആ കടുത്ത ആക്ഷേപത്തിൽ എന്ത് നടപടിയെടുക്കണമെന്ന അവരെ സംബന്ധിച്ച് കുഴയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധി, ഈ പ്രതിസന്ധിയിൽ തീരുമാനമെടുക്കുക, അതാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ആര്യ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടം MLA ആയി തുടരുമോ അതല്ല അദ്ദേഹം രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് ഇതുവരെയും കോൺഗ്രസിൽ തന്നെ ഒരു സമവായം ഉണ്ടായിട്ടില്ല എന്നതാണ് അവിടുത്തെ പ്രതിസന്ധിയുടെ കാരണം. ഇന്നലെ വൈകിട്ട് തന്നെ രാജി പെട്ടെന്നുണ്ടാകും. ഇന്നലെ പൊടുന്നനെ രാഹുൽ മാങ്കൂട്ടം വാർത്താസമ്മേളനം വിളിച്ചപ്പോൾ തന്നെ രാജി നമ്മൾ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അതുണ്ടായില്ല. എന്ന് മാത്രമല്ല, ഇന്നലെ രാത്രിയിൽ നടന്ന കൂടിയാലോചനകളിൽ കോൺഗ്രസിൽ നടത്ത ആലോചനകളാണ് നേരത്തെ ആര്യ പരാമർശിച്ചത്. അതായത് മുതിർന്ന നേതാക്കളുടെ കൂടിയാലോചനയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനുള്ള സാധ്യതകൾ തേടുകയാണ് അവർ. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പാലക്കാട് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമെന്നത് തിരിച്ചറിയുന്നു കോൺഗ്രസ്. അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനുള്ള സാധ്യത തേടുന്നു. ഇതിൻ്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അച്ചടക്ക നടപടിയെടുത്ത് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുക എന്ന ആലോചനയിലേക്കാണ് കിടക്കുന്നത്. മറിച്ച് ഒരു സാങ്കേതികമായ ഒരു MLA അദ്ദേഹത്തെ തുടർത്തുക. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് അനുവദിക്കില്ല. ആ ഒരു തീരുമാനം, ഒരു ധാരണയിലും തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ തൽക്കാലം നിൽക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ അത് നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളി വലിയതാണ്. കാരണം വലിയ തരത്തിലുള്ള ഇടതുപക്ഷ BJP പ്രതിഷേധമൊക്കെ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ആ രാഷ്ട്രീയ പ്രതിസന്ധി എങ്ങനെ നേരിടുമെന്നതും കോൺഗ്രസിനെ കുഴയ്ക്കുന്ന പ്രതിസന്ധിയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിലെ തീരുമാനത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത്. ഇന്നത്തെ ഒരു പകൽ ദിനം സുപ്രധാനമാണ്. കൂടിയാലോചനകൾ നടക്കും. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ ഇത് സംബന്ധിച്ച് കൂടിയാലോചനകൾ ഇന്ന് നടത്തും. ഓൺലൈനായിട്ടുള്ള കൂടിയാലോചനയാണ്. ഏതെങ്കിലും ഒരു ഇടത്ത് ഒന്നിച്ചിരുന്നുള്ള കൂടിയാലോചനകൾ നടക്കില്ല. കാരണം അത്തരമൊരു യോഗം ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല. ഒരുപക്ഷെ സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം സമീപകാലത്ത് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി കൂടി ഇത് മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അവർക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇത്തരമൊരു സന്നിഗ്ധാവസ്ഥയെ നേരിടുന്നു. അതിൽ കോൺഗ്രസ് പാർട്ടി എന്ത് നിലപാടെടുക്കും എന്ന ചോദ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനും പറയാനുള്ളത് കേൾക്കണം എന്ന അഭിപ്രായം കൂടി കോൺഗ്രസിനകത്തുണ്ടാകുന്നു എന്നതാണ് ഈ രാഷ്ട്രീയ സാഹചര്യം. അതുകൊണ്ട് ഇന്നത്തെ പ്രഭാതം മുതൽ ഇത്തരം കൂടിയാലോചനകൾ, ഗൗരവമുള്ള ചിന്തകൾ തന്നെ നടക്കുന്നു. ആ ചർച്ചകളിലേക്ക് കോൺഗ്രസ് ക്യാമ്പ് കടന്നു കഴിഞ്ഞു എന്നതാണ് ഇന്ന് രാവിലെ തന്നെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു വാർത്ത. എന്തായാലും അത്തരം ആലോചനകളിലേക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ സജിത്ത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് മുതിർന്ന നേതാക്കന്മാരും വനിതാ നേതാക്കളും എല്ലാം ഒരേ സ്വരത്തിൽ രാഹുൽ ചെയ്തത് തെറ്റാണ് എന്ന മാധ്യമങ്ങൾക്ക് മുൻപിൽ പരസ്യമായ നിലപാടെടുക്കുമ്പോഴും രാഹുലിനെ കേൾക്കാം എന്ന ഒരു നിലപാടിലേക്ക് ഇനി നേതൃത്വം കടക്കുന്നു എന്നാണോ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഈ പ്രതിരോധിക്കാൻ ഒന്നുമില്ലാതിരുന്ന രാഹുൽ നമ്മുടെ തന്നെ ഒരു വാർത്ത എടുത്തുകൊണ്ട് വന്ന് മുൻപുണ്ടായിരുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തേക്ക് വിട്ട് ദുർബലമായ ചില വാദങ്ങൾ നിരത്തുന്നതും അത് നമ്മൾ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ അത് പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്നതുമൊക്കെ, ഇതൊക്കെ കേരളവും രാഷ്ട്രീയ നേതാക്കന്മാരും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനിയും രാഹുലിനെ കേൾക്കേണ്ട ആവശ്യകതയുണ്ട് എന്നുള്ള ഒരു നിലപാട് നേതാക്കന്മാർക്കിടയിലുണ്ടോ? അല്ലെങ്കിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ രാഹുലിന് സപ്പോർട്ടായി നിൽക്കുന്ന ഒരു വിഭാഗം അത് എത്രത്തോളം പ്രബലമാണ്? അത്തരത്തിലൊരു പ്രബല വിഭാഗം ഉണ്ടോ?
ആര്യ സൂചിപ്പിച്ചതാണ് ഒരു പ്രസക്തമായ കാര്യം. കാരണം ഇത്ര അധികം നേതാക്കൾ തള്ളിപ്പറഞ്ഞ ഒരു നേതാവിനെ ഇനി ആരനുകൂലിക്കും, എങ്ങനെ നിലനിർത്തുമെന്ന ചോദ്യമാണ്. അതുതന്നെയാണ് കോൺഗ്രസിന് ഈ സാഹചര്യം. ഒന്ന്, തുടക്കത്തിൽ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ പിഴവ് പറ്റിയെന്ന കോൺഗ്രസിന്റെ പ്രാഥമികമായ വിലയിരുത്തലുണ്ട്. മാത്രമല്ല, വനിതാ നേതാക്കൾ ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി പറഞ്ഞു കഴിഞ്ഞു, രാജിവെക്കണമെന്ന ആവശ്യം നിലപാടെടുത്തു കഴിഞ്ഞു. അങ്ങനെ നിലപാടെടുത്ത ഒരു വ്യക്തിയെ ഇനി എങ്ങനെ സംരക്ഷിച്ച്, സാങ്കേതികമായെങ്കിലും സംരക്ഷിച്ച് മുന്നോട്ട് പോകുമെന്നത് കോൺഗ്രസിനെ കുഴയ്ക്കുന്ന പ്രതിസന്ധിയാണ്. ഇതിനിടയിൽ രാഹുലിനെ കേൾക്കണമെന്ന വാദം ഉയർത്തുന്നവരുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന ഒരു യുവ വിഭാഗമെങ്കിലുമുണ്ട്. ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുന്ന, സോഷ്യൽ മീഡിയയിലെങ്കിലും വാദിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. അതുകൊണ്ട് ഒരു MLA രാജിവെപ്പിക്കും മുമ്പ് അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി കേൾക്കണം. ഇതുവരെയും അങ്ങനെ കേൾക്കാൻ ഒരു വേദി ഉണ്ടായിട്ടില്ല എന്നതാണ്. ഇതുവരെ രാഹുൽ മാങ്കൂട്ടം ടെലഫോണിൽ മറ്റും നൽകിയ ചില വിശദീകരണങ്ങളാണ് മുന്നോട്ട് പോയത്. പക്ഷേ അതിനപ്പുറം രാഹുൽ പറയുന്നത് കൂടുതലായി കേൾക്കണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. പക്ഷേ ഇത്ര പരസ്യമായി തള്ളിപ്പറഞ്ഞ നേതാവിനെ ഇനി എങ്ങനെ രാജിവെപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നതും എന്നതും കോൺഗ്രസിനെ കുഴയ്ക്കുന്ന കാര്യമാണ്. ആര്യ, ഒരു കാര്യം ശ്രദ്ധേയമാണ്. ഈ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഈ ഷാനിമോൾ ഉസ്മാൻ ആവട്ടെ, ബിന്ദു കൃഷ്ണയാവട്ടെ, മറ്റ് പ്രതികരിച്ച വനിതാ നേതാക്കളൊക്കെ ആവട്ടെ, ഇവർക്കെതിരെയൊക്കെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ തന്നെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം നടക്കുന്നു എന്നതാണ് സാഹചര്യം. അത്തരത്തിൽ വലിയ തരത്തിലുള്ള നീക്കം നടക്കുമ്പോൾ ഇതിനെ എന്ത് നിലപാടെടുക്കും കോൺഗ്രസ് എന്ന ചോദ്യം കൂടിയുണ്ട്. ഇങ്ങനെ നേതൃത്വത്തെ കുഴയ്ക്കുന്ന ഒരു പിടി പ്രതിസന്ധികളാണ് ഇന്നത്തെ ഒരു പകൽ ദിനം അവരെ കാത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ കൂടി തീരുമാനമെടുക്കേണ്ടി വരും. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തീരുമാനങ്ങൾ, അതിൻ്റെ സാധ്യതകൾ ഇങ്ങനെയാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തെ തൽക്കാലം കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കി കോൺഗ്രസുമായി ഒരു ബന്ധമില്ലാത്ത വ്യക്തിയാക്കി മാറ്റി നിർത്തി, എന്നാൽ സാങ്കേതികമായി MLA തുടരുന്നു എന്നൊരവസ്ഥയിലേക്ക് നിർത്തും. പക്ഷേ അതിന് ചില നിയമസഭാ പ്രതിസന്ധികൾ, നിയമപ്രശ്നങ്ങളില്ലേ എന്ന ചോദ്യമുണ്ട്. അത് കോൺഗ്രസ് ഒരുപക്ഷെ ഉത്തരം നൽകേണ്ടി വരും. കാരണം ഒരു പാർട്ടിയിൽ നിന്ന് പുറത്തായ വ്യക്തി സാങ്കേതികമായി MLA ആയി തുടരുമ്പോൾ അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ നിയമസഭാ പങ്കാളിത്തത്തെയും മണ്ഡലത്തിലെ സ്വാധീനത്തെയും ഒക്കെ എങ്ങനെ ബാധിക്കുമെന്നത് ഒരു പ്രതിസന്ധിയായി തന്നെ തുടരും. അത് കോൺഗ്രസിന് കുഴയ്ക്കുന്ന പ്രതിസന്ധി ഒന്നാണ്. അതല്ലെങ്കിൽ രണ്ടാമത്തെ സാധ്യത, രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു, MLA സ്ഥാനം രാജിവെക്കാൻ പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടുകൂടി രാഹുലിനെ പൂർണ്ണമായി ഒഴിവാക്കി തൽക്കാലം ഈ ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും രാഷ്ട്രീയ പ്രതിസന്ധികൾ, അവർ നടത്തുന്ന പ്രതിഷേധങ്ങളെയൊക്കെ നേരിടാം. ഇങ്ങനെ ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും ഗൗരവമായി കൂടിയാലോചനകൾ നടക്കുകയാണ്. മൂന്നാമത്തെ ഒരു സാധ്യത, ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ വിശദമായി കേട്ട് ഇക്കാര്യത്തിൽ അല്പം കൂടെ സമയമെടുത്ത് തീരുമാനമെന്നതാണ്. എന്തായാലും ഈ 3 തീരുമാനമെടുക്കുന്നതിലും അവർക്ക് മുന്നിൽ വലിയ പ്രതിസന്ധിയുണ്ട് കോൺഗ്രസിന് മുന്നിൽ. കാരണം ഈ തീരുമാനം ചടുലമായിരിക്കണം, വലിയ വെല്ലുവിളി കാത്തിരിപ്പുണ്ട് എന്നതാണ് പ്രതിസന്ധി. നേതാക്കൾ ഒന്നടങ്കം തള്ളിപ്പറഞ്ഞ ഒരു നേതാവിനെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ചോദ്യമാണ്. ഇന്നലെ VD സതീശൻ ഇത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല വൈകിട്ട്. അതിന്റെ അർത്ഥം ഈ ആശയക്കുഴപ്പം നേതാക്കൾക്കിടയിൽ പ്രകടമാണ്. ഈ ആശയക്കുഴപ്പമാണോ സജിത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആത്മവിശ്വാസം? കഴിഞ്ഞ ദിവസം ഇത്രയും ആരോപണങ്ങൾ നേരിട്ടിട്ടും അത് തെളിവുകൾ സഹിതം മാധ്യമങ്ങൾ മുൻപിലേക്ക് ജനസമക്ഷം മുന്നോട്ട് വെക്കുമ്പോഴും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ രാജിവെക്കില്ല എന്ന് പറയാനുള്ള ഒരു കാരണം, തന്നെ പെട്ടെന്ന് അത്തരത്തിൽ പുറത്താക്കാൻ അല്ലെങ്കിൽ MLA സ്ഥാനത്തിന്റെ രാജി ആവശ്യപ്പെടാൻ പാർട്ടിക്ക് സാധിക്കില്ല, പാർട്ടി ആ വിഷയത്തിൽ കുഴങ്ങിപ്പോകും എന്നുള്ള ആ ഒരു സാഹചര്യമാണോ ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുതലാക്കാൻ ശ്രമിക്കുന്നത്? ഇതിൽ രാഹുൽ മാങ്കൂട്ടം ഇന്നലെ യഥാർത്ഥത്തിൽ വിശദീകരിച്ചു പെട്ടുപോയി എന്നുകൂടി നമുക്ക് പറയാം. കാരണം താൻ ക്ലീനാണ്, തനിക്ക് ചില വാദങ്ങളുണ്ട് എന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ രാഹുൽ ശ്രമിച്ചത്. രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം തന്നെ അതിനുള്ള ശ്രമം നടത്തിയെങ്കിലും നേതൃത്വം ഇടപെട്ട് അത് വേണ്ടെന്ന് വെപ്പിച്ചതാണ്. പക്ഷേ ഇന്നലെ മാധ്യമങ്ങളെ പെട്ടെന്ന് വിളിച്ചപ്പോൾ എല്ലാവരും രാജിപ്രഖ്യാപനമാണ് പ്രതീക്ഷിച്ചത്. തൻ്റെ നിലപാടുകളൊക്കെ പറഞ്ഞ അവസാനം നാടകീയമായ രാജിപ്രഖ്യാപനം. പക്ഷേ അത് ഉണ്ടായില്ല എന്നതാണ്. ചുരുക്കത്തിൽ തൻ്റെ ഭാഗം വാദിക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നത്. ഈ കോൺഗ്രസിൻ്റെ തീരുമാനം നീണ്ടുപോകുന്നു എന്ന സാഹചര്യം തന്നെയാവാം ഒരു പക്ഷേ രാഹുലിനെ അതിന് പ്രേരിപ്പിച്ചതിന് ഘടകവും. പക്ഷേ രാഹുൽ യഥാർത്ഥത്തിൽ വിശദീകരിച്ച് ഇന്നലെ പെട്ടുപോയി എന്നതാണ് സാഹചര്യം. കാരണം ബോധപൂർവമായി തനിക്ക് എതിരെ ഗൂഢാലോചന നടന്നതാണ് ഈ അവന്തികയുടെ ഫോൺ സംഭാഷണം എന്ന് വാദിക്കാൻ രാഹുൽ ശ്രമിച്ചെങ്കിൽ കൂടിയും അത് ആകപ്പാട് തന്നെ പൊളിഞ്ഞു പോകുന്നു. ഒന്ന്, തൊട്ടു പിന്നാലെ നമ്മൾ തന്നെ പുറത്തുവിട്ട ഡാൻ കുര്യൻ്റെ ആ പഴയ ഫോൺ സംഭാഷണവും ഒപ്പം പിന്നീട് തത്സമയം അവന്തികയടക്കം ടെലഫോണിൽ വന്ന് നടത്തിയ പ്രതികരണങ്ങളുമൊക്കെ പൂർണ്ണമായും ഈ നിലപാടുകൾ തള്ളിക്കളയുന്നതാവുന്നു. ഒപ്പം നമുക്കൊപ്പം തന്നെ മറ്റു മാധ്യമങ്ങളും പിന്നീട് അവന്തികയുടെ പ്രതികരണം തേടിയിരുന്നു. അവന്തിക അപ്പോൾ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു, രാഹുൽ കാണിക്കുന്നത് തട്ടിപ്പാണ്, ഇത് മാസങ്ങൾക്ക് മുമ്പുള്ളൊരു ഫോൺ സംഭാഷണമാണ്, ഞാനും അതിനുശേഷമാണ് ഞാൻ ന്യൂസ് 8-നുമായി ഇക്കാര്യം സംസാരിച്ചതെന്ന കാര്യം അവന്തിക അപ്പോൾ തന്നെ മറ്റു ചാനലുകളോടും പ്രതികരിച്ചു കഴിഞ്ഞു. അതോടുകൂടി രാഹുലിൻ്റെ ആ പ്രതിരോധം പാടെ പൊളിഞ്ഞുപോയി. അങ്ങനെ രാഹുൽ തൊട്ടതെല്ലാം പിഴച്ചു എന്നതാണ് അവസ്ഥയിലേക്ക് വന്നത്. രാഹുലിൻ്റെ ഈ നീക്കത്തിനും കോൺഗ്രസിനകത്ത് വലിയ അതൃപ്തി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കാരണം.
ഇന്നലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ട് പിന്നാലെ കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് വലിയ നീക്കം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊരു മാധ്യമ ഗൂഢാലോചനയാണ് എന്ന് വരുത്തി തീർക്കാൻ, പ്രത്യേകിച്ച് ന്യൂസ് 8-ന്റെ ഒരു ഗൂഢാലോചനയാണ് എന്ന് വരുത്തി തീർക്കാൻ ചില ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് തന്നെ പൊളിഞ്ഞുപോയി. കാരണം അവന്തികയും മറ്റ് ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളുമൊക്കെ അവർ നേരിട്ട് വന്ന കാര്യങ്ങൾ ഒന്നുകൂടി വിശദീകരിച്ചതോടുകൂടി പൂർണ്ണമായും അത് പൊളിഞ്ഞുപോയി എന്നതാണ് വസ്തുത. ഇതാണ് നിലവിലെ സാഹചര്യം. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അദ്ദേഹത്തിന് വിശദീകരിച്ച് പിടിച്ചു നിൽക്കാൻ ഇനി വഴിയില്ല എന്നതാണ്. നാണം കെട്ട് തുടരേണ്ടി വരുന്ന അവസ്ഥ, അതല്ലെങ്കിൽ നാണം കെട്ട് പുറത്തു പോകേണ്ടി വരുന്ന അവസ്ഥ എന്നതിലേക്ക് തന്നെ ഇത് പോവുകയാണ്. അതെ, സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുലിന്റെ ക്യാമ്പ് ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ സൈബർ ഇടത്തിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വിലയിരുത്തലുകളും സജീവമാണ്. ഇപ്പോൾ ഈ ന്യൂസ് 18-നെതിരെയുള്ള വ്യാപകമായിട്ടുള്ള അധിക്ഷേപം ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ നമ്മൾ അത് കൃത്യമായ വാർത്തയുടെ പിൻബലത്തിൽ തന്നെ പ്രതിരോധിച്ചു, തിരിച്ചടിച്ചു. അതിനുശേഷം അതിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയാതെ മിണ്ടാതെ മൗനമായി തുടരേണ്ട സാഹചര്യത്തിലേക്ക് രാഹുലിനെ അനുകൂലിക്കുന്ന ചേരിക്ക് എത്തേണ്ടി വന്നു. പക്ഷെ അതിനപ്പുറം രാഹുലിനെ എതിരെ സംസാരിച്ച, അല്ലെങ്കിൽ രാജിവെക്കണമെന്ന് പറഞ്ഞ വനിതാ നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടാകുന്നു എന്ന സാഹചര്യം അത് നേതൃത്വം ഏത് തരത്തിൽ വിലയിരുത്തും? എതിർചേരിയിലുള്ള വിഭാഗത്തിലെ ആളുകൾക്ക് നേരെയല്ല ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് തന്നെയാണ് അപർണ. അതിൽ കോൺഗ്രസിന് തീർച്ചയായും നിലപാടെടുത്തേ പറ്റുള്ളൂ. ഇതിൽ പരാമർശിക്കേണ്ട ഒരു പേര് തൃക്കാക്കര MLA ഉമാ തോമസിന്റെ പേരാണ്. ഉമാ തോമസ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ രാജിവെക്കണം എന്ന നിലപാട് പരസ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങൾ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കളൊക്കെ വന്ന് ഉമാ തോമസിനെതിരെ വലിയ രീതിയിലുള്ള അതിക്രമമാണ് സൈബർ ഇടങ്ങളിൽ നടത്തുന്നത്. ഉമാ തോമസ് പാർട്ടിയിൽ ഭാഗ്യം കൊണ്ട് MLA ആയ വ്യക്തിയാണ്. PT തോമസിന്റെ ഭാര്യ എന്ന ഒറ്റ കാരണത്താൽ MLA ആയ വ്യക്തിയാണ്. അതിനപ്പുറം നിങ്ങൾക്ക് എന്തുണ്ട് പറയാൻ? അതേസമയം രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിൽ പടിപടിയായി വളർന്നു വന്ന നേതാവാണ്. അതുകൊണ്ട് കാര്യങ്ങൾ പ്രതികരിച്ച് ബോധത്തോടെ സംസാരിക്കണം എന്നതടക്കമുള്ള വാദമാണ്. അവരെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റണം, ഉമാ തോമസിനെ മാറ്റണം, ഇനി സീറ്റ് നൽകല് എന്നുപോലും കോൺഗ്രസ് അണികൾ സൈബർ എടുത്ത് ഇതിന് പ്രതികരണമായി നടത്തുന്നു എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് കോൺഗ്രസിലെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്ന യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ അവരത് പരസ്യമായി ഉന്നയിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ മറ്റാരും ന്യായീകരണവുമായി രംഗത്ത് വരുന്നില്ല എന്നതാണ് സാഹചര്യം. രാഹുലിനെ ന്യായീകരിക്കാൻ ആരും തയ്യാറല്ല. പക്ഷേ ഒരു MLA പുറത്താക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ, വിശദീകരണങ്ങൾ വേണ്ട എന്നത് കൊണ്ടുകൂടിയാവാം കോൺഗ്രസ് ഒരുപക്ഷെ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ KC വേണുഗോപാൽ ആവട്ടെ, സണ്ണി ജോസഫ് KPC പ്രസിഡന്റ് ആവട്ടെ, ഇവരൊക്കെ പ്രതികരിച്ചപ്പോഴും തീരുമാനം വൈകില്ല, പെട്ടെന്നുണ്ടാകുമെന്ന നിലപാടാണ്. അതേസമയം VD സതീശൻ ഇക്കാര്യത്തിൽ ഇന്നലെ പ്രതികരിച്ചിട്ടുമില്ല. പക്ഷേ ഇന്ന് എന്തായാലും ഈ തീരുമാനം കോൺഗ്രസിന് കൈക്കൊണ്ടേ പറ്റൂ. അതിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ 3 തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം. ഒന്നെങ്കിൽ ഒരു പക്ഷേ രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി മറിച്ച് സാങ്കേതികമായി MLA ആയി നിലനിർത്താനുള്ള തീരുമാനം ഒരു പക്ഷേ, അതല്ലെങ്കിൽ രണ്ടാമത്തെ തീരുമാനം പൂർണ്ണമായി അദ്ദേഹത്തെ കോൺഗ്രസിന്റെ അംഗത്വത്തിൽ നിന്നും ഒപ്പം രാജി ആവശ്യം പരസ്യമായി ഉന്നയിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം, ഇതുമല്ലെങ്കിൽ ഒരു പക്ഷേ അല്പം കൂടി നീണ്ടു നിൽക്കുന്ന ഒരു തീരുമാനം, ചില കൂടിയാലോചനകളുമായി ഇതൊരു പക്ഷേ നീണ്ടുപോകാനുള്ള സാധ്യത. ഈ 3 തീരുമാനങ്ങളുമാണ്. എന്തായാലും കോൺഗ്രസിന് പ്രതിസന്ധിയാണ്, അതിരൂക്ഷമാണ് ഈ പ്രതിസന്ധി എന്നതാണ്. തീർച്ചയായും സജിത്ത്, ഒരു കാര്യം കൂടി, അതായത് ഇന്നലെ എന്തായാലും നടത്തിയ വാർത്താ സമ്മേളനം അത് ന്യൂസ് 18 പുറത്തുവിട്ട ഒരു വാർത്തയ്ക്ക് എതിരെ താൻ നിരപരാധിയാണ്, നമ്മൾ ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിച്ചു. അത് ന്യൂസ് 18 തന്നെ പൊളിച്ചു കയ്യിൽ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. പരാതിക്കാരിയായിട്ടുള്ള അവന്തിക തന്നെ നേരിട്ട് വന്നത് സാക്ഷ്യപ്പെടുത്തിയതുമാണ്. പക്ഷേ ഇനിയും സ്വയം പ്രതിരോധിക്കാനും സ്വയം ന്യായീകരിക്കാനുമുള്ള നീക്കങ്ങൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് തുടർന്നുകൊണ്ടേയിരിക്കുമല്ലോ. അപ്പോൾ ഇന്നും ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല, അല്ലേ? രാഹുൽ ഇന്നലെ തിരുവനന്തപുരത്തേക്ക് തിരിക്കുമെന്ന് കരുതിയിരുന്നു ആര്യ, പക്ഷേ അതുണ്ടായില്ല. അദ്ദേഹം രാവിലെ ഇന്നലെ ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം കൊട്ടാരക്കരയിൽ പോയി വീണ്ടും തിരികെ വീട്ടിലേക്ക് മടങ്ങി വന്നു. ഈ സമയത്തൊക്കെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഫോളോ ചെയ്തു. മാധ്യമങ്ങളെ രാഹുൽ കളിപ്പിച്ചു എന്ന തരത്തിൽ സൈബർ ഇടങ്ങളിലൊക്കെ വലിയ ചർച്ചയുണ്ട്, കോൺഗ്രസ് കേന്ദ്രങ്ങൾ വലിയ ചർച്ചയൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ എന്തായാലും രാഹുലിൻ്റെ നീക്കം സ്വാഭാവികമാണ്, നമ്മളടക്കമുള്ള മാധ്യമങ്ങളെല്ലാം ഫോളോ ചെയ്യും. അതുതന്നെയാണ് സംഭവിച്ചത്. ഇന്നൊരു പ്രത്യേകതയുള്ളത്, ഇന്ന് പ്രതിപക്ഷ നേതാവ് പത്തനംതിട്ട ജില്ലയിലുണ്ട് എന്ന പ്രത്യേകത കൂടി നമുക്ക് പരാമർശിക്കാം. അദ്ദേഹം ഒരു പൊതുപരിപാടിയുമായി ബന്ധപ്പെട്ട് തിരുവല്ലയിൽ വരുന്നതാണ്. പക്ഷേ അത് സ്വാഭാവികമായും ആ ഒരു നീക്കം ശ്രദ്ധേയമാണ്. ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ കാണാൻ
രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുമോ എന്നത് ഇന്നത്തെ ഒരു പകൽ ദിനത്തെ നിർണായകമാക്കുന്നതാണ്. ഞാൻ അല്പസമയം മുമ്പ് അത് പറയാൻ വിട്ടുപോയതാണ്. അത് വളരെ പ്രധാനപ്പെട്ട നീക്കമായി മാറിയേക്കാം ഒരു പക്ഷേ. ഈ പ്രതിപക്ഷ നേതാവ് ഇന്ന് പത്തനംതിട്ടയിലെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അടൂരെ വീട്ടിൽ തങ്ങുന്ന രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുമോ, എന്തെങ്കിലും ആശയവിനിമയം നേരിട്ട് നടത്താൻ ശ്രമിക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അടൂരെ വീട്ടിൽ തന്നെ തുടരുകയാണ്. വലിയ സുരക്ഷയുണ്ട് പോലീസിന്. മാധ്യമങ്ങൾ പതിവ് പോലെ ഇന്നും നമ്മൾ അവിടെ ക്യാമ്പ് ചെയ്യും. എന്താണ് രാഹുലിൻ്റെ നീക്കമെന്നത് നമുക്കും നിരീക്ഷിക്കാം. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുമെന്ന പ്രതീക്ഷ ഇന്നലെ ഉണ്ടായിരുന്നെങ്കിലും അത് ഉണ്ടായിട്ടില്ല എന്നതാണ് സാധ്യത. ഒപ്പം നമ്മൾ സ്പീക്കറുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു, നിയമസഭാ സ്പീക്കറുമായി ബന്ധപ്പെട്ടിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള രാജിനീക്കങ്ങളോ അത്തരം നീക്കങ്ങളോ ഉണ്ടാവുന്നുള്ള പരിശോധനയിൽ അത്തരം അറിയിപ്പുകളൊന്നും സ്പീക്കറുടെ ഓഫീസിനും ഇതുവരെ ലഭിച്ചിട്ടില്ല. തീർച്ചയായും ടി ജി സജിത്താണ് വിശദാംശങ്ങളുമായി ചേർന്നത്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ ഏറെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു നീക്കം എന്ന് പറയുന്നത് ഒന്ന് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്ന ഇത്തരത്തിൽ സസ്പെൻഷനിലേക്ക് കടക്കുമോ പുറത്താക്കുമോ, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കി നടപടി സ്വീകരിക്കുമോ, അത്തരത്തിലൊരു പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നത് ഇന്ന് കണ്ടറിയണം. അതോടൊപ്പം ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പത്തനംതിട്ട ജില്ലയിലുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ നേരിൽ കണ്ട് വിശദീകരണം നൽകാൻ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുമോ, രാഹുലിന്റെ നീക്കങ്ങൾ ഇന്നത്തെ ദിവസം എങ്ങനെയാകും എന്നതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ കണ്ടറിയാം. എന്തായാലും നിർണായകമായ ഒരു ദിനം തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇന്നത്തെ ദിനം. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരസ്യ വിമർശനത്തിന്റെ പേരിൽ കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്കും മാധ്യമപ്രവർത്തകർക്കുമെതിരെ വ്യാപകമായ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചല്ലോ. ഉമാ തോമസിനും ഷാനിമോൾ ഉസ്മാനും താര ടോജോ അലക്സിനും കെ രമയ്ക്കും ഒക്കെ എതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സൈബർ പടയുടെ കടന്നാക്രമണം നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ പരിഹാസ പോസ്റ്റുകളുമുണ്ട്. അതിനിടെ യൂത്ത് കോൺഗ്രസ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം ലെഫ്റ്റ് അടിച്ചു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ കോർഡിനേറ്റർ താര ടോജോ അലക്സ് രംഗത്തെത്തി. സ്ത്രീകൾക്ക് ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരാളെ ജനപ്രതിനിധിയായി നിലനിർത്തണമെന്നുള്ള എന്ത് അത്യാഹിത രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മളെ നേരിടുന്നത് എന്നാണ് താര ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. ആരാണ് കുറ്റം ചെയ്തിട്ടുള്ളത് എന്ന് എല്ലാ മനുഷ്യർക്കും വ്യക്തമായ സാഹചര്യമാണ്. ഏത് തരക്കാരനാണ്, എന്ത് തരം കാര്യങ്ങളാണ് അയാൾ ചെയ്തിട്ടുള്ളത്, അതിന്റെ തെളിവുകളെല്ലാം പൊതുസമൂഹത്തിന് മുൻപിലുണ്ട് എന്നും പോസ്റ്റിൽ താര പറയുന്നു. മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. അഹമ്മദാബാദ്, ഗാന്ധിനഗർ, മെർസാന ജില്ലകളിലായി 5477 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനവും തറക്കല്ലിടലും ഉണ്ടാകും. അഹമ്മദാബാദിൽ മോദി ഒരു റോഡ് ഷോയിലും പൊതു റാലിയിലും പങ്കെടുക്കും. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടാകും. ഇന്ത്യ സന്ദർശിക്കുന്ന ഫിജി പ്രധാനമന്ത്രി സിദിവേനി ലിഗമമഡെ റബഗയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ച നടത്തും. വിവിധ മേഖലകളിലായി ഇന്ത്യ ഫിജി പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുകയാണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി ഫിജി പ്രധാനമന്ത്രി ഇന്നലെ ചർച്ച നടത്തിയിരുന്നു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികയിൽ വ്യാജ ഒപ്പിട്ട് നൽകിയതായി പരാതി. കേരളത്തിൽ നിന്നുള്ള ജോമോൻ ജോസഫ് എന്ന സ്ഥാനാർത്ഥിയാണ് തന്റെ നാമനിർദ്ദേശ പത്രികയിൽ നിരവധി MPമാരുടെ ഒപ്പുകൾ വ്യാജമായി ചേർത്തത്. ജോസഫിന്റെ പത്രികകളിൽ അസദുദ്ദീൻ ഒവൈസി, സസ്മിത് പത്ര, നിലവിൽ ജയിലിലുള്ള YRCP MP മിഥുൻ റെഡ്ഡി തുടങ്ങി നിരവധി പേരുടെ വ്യാജ ഒപ്പുകളാണ് ഉള്ളത്. 45-കാരനായ ജോസഫിന് പിന്തുണ നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് ഓഫീസ് MPമാരെ ബന്ധപ്പെട്ടപ്പോഴാണ് ഇക്കാര്യം പുറത്തുവന്നത്. ആകെ 28 നാമനിർദ്ദേശ പത്രികകൾ പരിശോധിച്ച ശേഷം CP രാധാകൃഷ്ണൻ, B സുദർശൻ റെഡ്ഡി എന്നിവർ സമർപ്പിച്ചത് മാത്രമേ അംഗീകരിച്ചുള്ളൂ. സെപ്റ്റംബർ 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. തടവിലായാൽ പദവി നഷ്ടമാകുന്ന ബിൽ പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുമായി കോൺഗ്രസും സഹകരിച്ചേക്കില്ല. അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പാർട്ടി ഭാഗമായേക്കില്ലെന്ന സൂചനയാണ് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ പങ്കുവെക്കുന്നത്. സമിതിയിലേക്ക് ആരെയും നാമനിർദ്ദേശം ചെയ്യില്ലെന്നും തൃണമൂലിനും സമാജ്വാദി പാർട്ടിയും നേരത്തെ നിലപാടെടുത്തതോടെ ഇക്കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിൽ അഭിപ്രായ വ്യത്യാസം നിലനിന്നിരുന്നു. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. രാഗേഷ്, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമൊക്കെ പക്ഷേ കോൺഗ്രസും ഇടത് പാർട്ടികളും ഈ
പാർലമെന്ററി സമിതിയുടെ ഭാഗമാകണം എന്നുള്ളൊരു നിലപാടിൽ തന്നെ ആയിരുന്നല്ലോ. പിന്നീട് ഏത് ഘട്ടത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ പിന്നോട്ട് വലിയുന്നത്? ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്ത്യ സഖ്യത്തിലെ ഭിന്നത തന്നെയാണ് കോൺഗ്രസിനെ ഇപ്പോൾ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ മനസ്സിലാക്കാം. കാരണം നേരത്തെ തന്നെ ആദ്യം രംഗത്ത് വന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. ഒപ്പം തന്നെ സമാജ്വാദി പാർട്ടിയും അവരെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് ഉണ്ടായിരുന്നത്. കാരണം ഈ ബില്ലിന്റെ ഭാഗമാകേണ്ടതില്ല, JPCയുടെ ഭാഗമാകേണ്ടതില്ല എന്ന നിലപാടാണ് തൃണമൂൽ കോൺഗ്രസ് ആദ്യം മുതൽ സ്വീകരിച്ചത്. ഡെറിക് ഒബ്രയൻ തന്നെ പരസ്യമായി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. കാരണം ബില്ലിൽ എന്താണ് പാർട്ടിയുടെ നിലപാട് എന്ന് ബില്ല് കൊണ്ടുവന്ന ഘട്ടത്തിൽ തന്നെ സഭയിൽ വ്യക്തമാക്കിയതാണ്. മാത്രവുമല്ല, JPC എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണ് എന്ന തരത്തിലുള്ള പരാമർശവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തു. കാരണം സർക്കാർ അവരുടെ കാര്യങ്ങൾ കൃത്യമായി സർക്കാരിനനുസരിച്ച് തീരുമാനങ്ങൾ നടപ്പാക്കുന്നു. അപ്പോൾ JPCയുടെ ഭാഗമാകേണ്ടതില്ല. പാർട്ടി നിലപാട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഡെറിക് ഒബ്രയൻ പറഞ്ഞു. സമാനമായ നിലപാട് സ്വീകരിക്കുകയും സമാജ്വാദി പാർട്ടിയും ചെയ്തു. അതിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയും അതേ നിലപാടിലേക്ക് ഇന്നലെ വൈകിട്ടോടുകൂടി എത്തിച്ചേർന്നിരുന്നു. സഞ്ജയ് സിംഗ് വ്യക്തമാക്കിയ കാര്യം, ഇത് അഴിമതി ഇല്ലാതാക്കാനല്ല ഇത്തരത്തിലുള്ള ബില്ല് സർക്കാർ കൊണ്ടുവന്നത്, മറിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സർക്കാരുകളെ ദുർബലമാക്കുക, പ്രതിപക്ഷ നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുക, അതിന് ബലം കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നെന്ന വാദമാണ് ആം ആദ്മി പാർട്ടി നിരത്തിയത്. അങ്ങനെ ഇന്ത്യ സഖ്യത്തിൽ തന്നെ JPCയുടെ ഭാഗമാകേണ്ടതില്ല എന്നൊരു അഭിപ്രായം ശക്തമായി വന്ന ഘട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസും ഇത്തരത്തിൽ മാറ്റി ചിന്തിക്കാൻ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഔദ്യോഗികമായൊരു പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്ത് ഇതിന്റെ ഭാഗമാകില്ല എന്നവർ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ പറയുന്ന കാര്യം കോൺഗ്രസിന്റെ ഭാഗമാകാൻ ഈ ഘട്ടത്തിൽ താല്പര്യമില്ല എന്നുള്ളതാണ്. നേരത്തെ ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഇടത് പാർട്ടികളും കോൺഗ്രസും ഒക്കെ തന്നെ പറഞ്ഞിരുന്നത് JPCയുടെ ഭാഗമാകണം, JPCയുടെ ഭാഗമായാൽ മാത്രമേ അക്കാര്യത്തിൽ എന്താണ് നിലപാട് എന്ന കാര്യം അറിയിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കൂടി പിന്മാറുകയാണെങ്കിൽ മറ്റു പാർട്ടികളുടെ, പ്രത്യേകിച്ച് ഇടത് പാർട്ടികൾ അടക്കമുള്ളവർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് ഈ വിഷയത്തിൽ നിർണായകമാണ്. ഏതായാലും 31 അംഗ JPC ആണ് ഇതിനായി സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും തടവിലായാൽ പദവി നഷ്ടമാകുന്ന ബിൽ പരിഗണിക്കുന്ന JPCയുമായി കോൺഗ്രസും സഹകരിച്ചേക്കില്ല എന്നുള്ള ഒരു അനൌദ്യോഗിക റിപ്പോർട്ട് നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് സാഹചര്യം. ഇന്ത്യ സഖ്യത്തിലെ ഭിന്നതയാണ് ഇത്തരത്തിൽ മറിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. ഔദ്യോഗിക നിലപാട് പ്രഖ്യാപനമൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ, ബീഹാർ വോട്ട് അധികാർ യാത്ര കൊഴിപ്പിക്കാൻ കോൺഗ്രസും ഇന്ത്യ സഖ്യവും നാളെ മുതൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളും NDA ഇതര മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. അതേസമയം NDA സഖ്യത്തിന്റെ സീറ്റ് നിർണയ ചർച്ച അവസാന ഘട്ടത്തിലാണ്. JDUവും BJPയും തുല്യ സീറ്റിൽ മത്സരിക്കുമ്പോൾ 40 സീറ്റ് വേണമെന്ന് LJP നേതാവ് ചിരാഗ് പാസ്വാന്റെ ആവശ്യവും ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. രാഗേഷ് തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഗേഷ്, ഒരു പക്ഷത്ത് വലിയ ശക്തമായ യാത്രയുമായി, പ്രചാരണ യാത്രയുമായി, വോട്ട് അധികാർ യാത്രയുമായി കോൺഗ്രസ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോവുകയാണ്. അതിന് ഇടയിൽ ഇപ്പോൾ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് NDAയിലും വലിയ ചർച്ച നടക്കുന്നു. എങ്ങനെയാണ് സമഗ്രമായ വിവരങ്ങൾ? ആര്യ, അടുത്ത മാസം ഏതാണ്ട് ഇതേ സമയത്ത് ബീഹാർ വലിയ തോതിലുള്ള പ്രചാരണത്തിലേക്ക് കടക്കും. കാരണം ഈ ഏതാണ്ട് അടുത്ത മാസം അവസാനത്തോടുകൂടി ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കളം ഒരുക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്രയ്ക്ക് വലിയ പിന്തുണ ബീഹാറിലെമ്പാടും ലഭിക്കുന്നുണ്ട്. ആ യാത്ര ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ഏതായാലും രാഹുൽ ഗാന്ധി അദ്ദേഹം എന്തിൻ്റെ പേരിൽ യാത്ര നടത്തുന്നോ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മാത്രവുമല്ല, കൂടുതൽ വിമർശനങ്ങൾ, ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ സർക്കാരിനും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ നടത്തുകയും ചെയ്യുന്നു. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒപ്പം ചേർന്നുകൊണ്ട് BJP സംഘടിതമായി വോട്ടുകൊള്ള നടത്തുന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളടക്കം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസവും ഉന്നയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, കമ്മീഷനെതിരെയും വലിയ തോതിൽ വിമർശനം രാഹുൽ ഗാന്ധി ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കൂടുതൽ നേതാക്കളെ രംഗത്തിറക്കുകയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും. കാരണം ഇതുവരെ പല നേതാക്കളും രാഹുൽ ഗാന്ധിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യാത്രയെങ്കിൽ അടുത്ത ദിവസങ്ങൾ തൊട്ട് കൂടുതൽ ദേശീയ നേതാക്കളെ രംഗത്തിറക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി, അവർ അടുത്ത 2 ദിവസവും രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ യാത്രയുടെ ഭാഗമാകും. പ്രധാനമായും മധുബനി ഒപ്പം തന്നെ സുപോൾ ജില്ലകളിലാണ്, വടക്കൻ ബീഹാറിലെ ഈ 2 ജില്ലകളിലാണ് രാഹുലിനൊപ്പം പ്രിയങ്ക യാത്ര ചെയ്യുക. അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസ് മുഖ്യമന്ത്രിമാരല്ല, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ മുഖ്യമന്ത്രിമാരും മറ്റു നേതാക്കൾ കൂടി ഈ യാത്രയ്ക്ക് എത്തുകയാണ്. അതായത് 27-ാം തീയതി MK സ്റ്റാലിൻ രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ യാത്രയുടെ ഭാഗമാകും. അത് കഴിഞ്ഞാൽ 30-ാം തീയതി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എത്തുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ ഹേമന്ത് സോറൻ അടക്കമുള്ള മുഖ്യമന്ത്രിമാരും ഈ യാത്രയുടെ ഭാഗമാക്കും. അങ്ങനെ ഈ യാത്ര ഒരു പ്രചാരണ
പ്രചാരണ പരിപാടി, തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടിയാക്കി മാറ്റുകയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും. മറുവശത്ത് സീറ്റ് വിഭജന ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ NDA മുന്നണിയുടെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ JDUവും ഒപ്പം തന്നെ BJPയുമാണ്. കഴിഞ്ഞ തവണ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചത് JDU ആയിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, തുല്യമായി സീറ്റ് പങ്കിടാം എന്നൊരു ധാരണയിലേക്കാണ് ഈ രണ്ടു പാർട്ടികളും എത്തിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ തവണ 115 സീറ്റിൽ JDUവും 110 സീറ്റിൽ BJPയുമാണ് മത്സരിച്ചിരുന്നത്. പക്ഷേ കൂടുതൽ സീറ്റുകൾ ലഭിച്ചതെന്ന് BJPക്കായിരുന്നു. 74 സീറ്റ്, JDUവിന് 43 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. പക്ഷേ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന നിലപാടിലേക്ക് അന്ന് BJP എത്തിച്ചേരുകയായിരുന്നു. ഏതായാലും അന്ന് ഈ സഖ്യത്തിന്റെ ഭാഗമാകാതെ പുറത്തു നിന്ന് മത്സരിച്ച ചിരാഗ് പാസ്വാൻ, അദ്ദേഹത്തിന്റെ LJP ഇത്തവണ മുന്നണിക്കൊപ്പമുണ്ട്. JDUവുമായി കഴിഞ്ഞ തവണ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് മുന്നണി നിന്ന് പുറത്താക്കപ്പെട്ടത്. ഇപ്പോഴും JDUവുമായുള്ള അഭിപ്രായ ഭിന്നത അവസാനിച്ചിട്ടില്ല. പക്ഷേ നരേന്ദ്രമോദിയാണ് തന്റെ നേതാവെന്ന് പലപ്പോഴായി ചിരാഗ് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണ ഏതായാലും ചിരാഗ് പാസ്വാനെ മുന്നണിക്ക് ഒരു തലവേദന ഉണ്ടാക്കുന്നത് 40 സീറ്റുകൾ അവർ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ആ 40 സീറ്റ് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയെങ്കിൽ ചിരാഗ് പാസ്വാന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് നിർണായകമാണ്. ഒരുപക്ഷേ JDUവിനെതിരെ ചില മണ്ഡലങ്ങളിലെങ്കിലും അദ്ദേഹം സ്ഥാനാർത്ഥികളെ നിർത്തുമോ കഴിഞ്ഞ തവണത്തേതുപോലെ എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. അങ്ങനെ 40 സീറ്റുകൾ അവർക്ക് നൽകുകയാണെങ്കിൽ മറ്റു ചെറു പാർട്ടികൾ, പ്രത്യേകിച്ച് ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിയുണ്ട്, ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിയുണ്ട്, അവരെയൊക്കെ പരിഗണിക്കുന്ന കാര്യം NDAക്ക് ഒരു തലവേദനയാകും. ഏതായാലും NDA നേതാക്കൾ ഇപ്പോൾ പറയുന്നത് സീറ്റ് വിഭജന ചർച്ച അവസാന ഘട്ടത്തിലാണെന്നാണ്. ആര്യ, രാഗേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയ്ക്കിടെ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചിരി പടർത്തി RJD നേതാവ് തേജസ്വി യാദവ്. കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ ഒരു പ്രത്യേക വ്യക്തിയുടെ ഹനുമാനാണ്, ഞങ്ങൾ പൊതുജനങ്ങളുടെ ഹനുമാനാണ്. ചിരാഗ് പാസ്വാൻ ഇന്ന് ഒരു പ്രശ്നമല്ല, ഞാൻ തീർച്ചയായും അദ്ദേഹത്തെ ഉപദേശിക്കും, ഞങ്ങളുടെ മൂത്ത സഹോദരനാണ്, എത്രയും വേഗം വിവാഹം കഴിക്കണം എന്നായിരുന്നു തേജസ്വിയുടെ പ്രതികരണം. എനിക്കും ഇത് ബാധകമാണ് എന്ന് രാഹുലിന്റെ പ്രതികരണവും കൂടുതൽ തമാശയ്ക്ക് ഇടവെച്ചു. 2 വർഷം മുമ്പ് ലാലു പ്രസാദിൽ നിന്ന് സമാനമായ ഒരു നിർദ്ദേശം തനിക്ക് ലഭിച്ചിരുന്നതായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. അരാരിയ ജില്ലയിലാണ് ഇരു നേതാക്കളും മാധ്യമങ്ങളെ കണ്ടത്. भाई वो तो हनुमान किनके हैं आपको तो पता ही है, उन पर ज्यादा हम नहीं बोलेंगे. हम लोग तो जनता के हनुमान हैं, वो व्यक्ति विशेष के हनुमान हो सकते हैं. देखिए, हम चाहेंगे कि मुद्दे पे बात हो. चिराग पासवान आज का इशू नहीं है, मुद्दा नहीं है, ना जनता उनको पूछती है. आज लोकतंत्र की हत्या की जा रही है, संविधान को मिटाया जा रहा है. तो चिराग पासवान से अगर आप सवाल जो पूछ रहे हैं, हम इस पे कोई टिप्पणी नहीं करेंगे, लेकिन उनको सलाह जरूर देंगे. हमारे बड़े भाई जल्द से जल्द शादी करना है, मेरे लिए भी एप्लीकेबल है. नहीं चल रही है इसके फादर के साथ. മറ്റു വാർത്തകളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. യമൻ തലസ്ഥാനമായ സനായിലെ ഹൂതി സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം. ഹൂതി സൈന്യത്തിൽ നിന്ന് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയാണിതെന്നാണ് വിശദീകരണം. ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു, 86 പേർക്ക് പരിക്കേറ്റു. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അജയ്, ഗുഡ് മോർണിംഗ്. ഗാസയെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെതിരെ ഹൂതി സൈന്യം ആക്രമണം നടത്തുന്നു. അതിന് പ്രത്യാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. പക്ഷേ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളിലാണ് ഈ ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടുള്ളത് എന്നതാണ് പ്രധാനം, അല്ലേ? അതെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗാസയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയ ആ സമയം മുതൽ തന്നെ ഹൂതികൾ ഇസ്രായേലിനെതിരെ കടുത്ത ആക്രമണം തന്നെ അഴിച്ചുവിട്ടിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു സർഫസ് ടു സർഫസ് എയർ മിസൈൽ അത് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത്. ഈ ആക്രമണത്തിന് മറുപടി എന്നോണമാണ് ഇപ്പോൾ ഇസ്രായേൽ ഹൂതികൾക്കെതിരെ കനത്ത തിരിച്ചടി നൽകിയിട്ടുള്ളത്. ഈ തിരിച്ചടിയിൽ യമൻ്റെ തലസ്ഥാനത്ത് നിരവധി നാശനഷ്ടങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും സനയിലുള്ള ഒരു വൈദ്യുതി നിലയത്തിനും അതുപോലെ തന്നെ ഇന്ധന സംഭരണ കേന്ദ്രത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ യമനിലെ ഈ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഈ കൊട്ടാരം തങ്ങളുടെ ആക്രമണ ഉദ്ദേശമായിരുന്നില്ല. അതേസമയം ഈ ഹൂതികളുടെ സൈനിക ആക്രമണങ്ങൾ, സൈനിക നീക്കങ്ങൾ എല്ലാം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സൈനിക കേന്ദ്രത്തിന് നടുവിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഈ സൈനിക കേന്ദ്രം കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം. അതുപോലെ തന്നെ ഈ ഹൂതികൾ തങ്ങൾക്ക് നേരെ നടത്തുന്ന കനത്ത ആക്രമണങ്ങൾക്ക് മറുപടിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നൽകിയതെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നിലവിൽ
ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടുവെന്നും 86 പേർക്ക് പരിക്കേറ്റു എന്നുമാണ് ഹൂതികളുടെ ഔദ്യോഗിക മാധ്യമമായിട്ടുള്ള അൽ മസീറ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഇസ്രായേലി കൊട്ടാരത്തിലോ അതുപോലെ തന്നെ സൈനിക കേന്ദ്രത്തിലോ ആക്രമണം നടത്തിയിട്ടില്ല എന്ന് ഹൂതികളുടെ ഈ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഇസ്രായേൽ എത്രയൊക്കെ ആക്രമണം നടത്തിയാലും തങ്ങൾ ഗാസയ്ക്ക് നൽകുന്ന പിന്തുണ അത് തുടരുക തന്നെ ചെയ്യും എന്നും ഹൂതി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി സാധാരണക്കാരായിട്ടുള്ള നിരവധി പേർക്ക് പരിക്കേറ്റതായും സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്തതായിട്ടും ഹൂതി പ്രതിരോധ മന്ത്രാലയം പറയുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണം തങ്ങളുടെ സൈനിക വിന്യാസങ്ങൾക്ക് നാശനഷ്ടം വരുത്തിയിട്ടില്ല, അതേസമയം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവന് നാശം വരുത്തി എന്നുമാണ് ഇവർ അവകാശപ്പെടുന്നത്. അജയ് സുധാബിജുവാണ് വിവരങ്ങൾ നൽകിയത്. അജയ്, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ടുള്ള ചർച്ചയാണെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി. സ്വാതന്ത്ര്യദിനം ആഘോഷത്തിനിടെയാണ് ഈ പ്രതികരണം. അതേസമയം ഉടനടി കൂടിക്കാഴ്ച നടത്തില്ലെന്ന് റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അജയ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അജയ്, ഈ ത്രികക്ഷി ചർച്ചയാണ് ഇതിൽ ഏറ്റവും ഫലപ്രദം. സമാധാനം പുലരണമെങ്കിൽ പുടിനും സെലൻസ്കിയും ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തണമെന്നൊക്കെ നേരത്തെ ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിൽ അടക്കം ഉയർന്നു വന്ന വിഷയമാണ്. പക്ഷേ അത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ സെലൻസ്കി. മുഖം തിരിച്ചു നിൽക്കുകയാണ്. അതേസമയം പുടിൻ ഈ കാര്യത്തോട് എന്തുകൊണ്ടാണ്? ആര്യ, ഇപ്പോൾ നിലവിൽ ഒരു 3 പേരും കൂടി ഇരുന്നുകൊണ്ടുള്ള ഒരു ത്രികക്ഷി ചർച്ചയ്ക്ക് റഷ്യ തയ്യാറല്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് റഷ്യ നിൽക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകിയിട്ടുള്ളത് റഷ്യയുടെ വിദേശമന്ത്രിയായിട്ടുള്ള സെർജി ലാവ്റോവ് ആണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നൽകിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ ഒരു അജണ്ട രൂപീകരിച്ചതിന് ശേഷമാകും റഷ്യ ചർച്ച നടത്തുക. നിലവിൽ യുക്രൈനുമായിട്ട് ചർച്ച നടത്താനായിട്ടുള്ള ഒരു അജണ്ടയും തീരുമാനത്തിലെത്തിയിട്ടില്ല. ഇത് കാരണമാണ് ഈ ചർച്ചയുടെ കാര്യത്തിൽ കാലതാമസം ഉണ്ടാകുന്നത്. അമേരിക്ക നിശ്ചയിച്ചതുപോലെ ഇപ്പോൾ ഉടനടി തന്നെ യുക്രൈനുമായിട്ടുള്ള ഒരു ത്രികക്ഷി ചർച്ചയ്ക്ക് അത് റഷ്യ ഇപ്പോൾ നിലവിൽ ഒരുങ്ങുന്നില്ല. അത് ഒരു അജണ്ട നിലവിൽ വന്നതിന് ശേഷം മറ്റ് കൂടിയാലോചനകൾക്കും ശേഷമായിരിക്കും ഇത്തരത്തിലൊരു ചർച്ച നടക്കുക എന്നാണ് റഷ്യ അറിയിച്ചിട്ടുള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസം യുക്രൈനിലെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളായിരുന്നു. ഈ ആഘോഷങ്ങളിൽ ഇപ്പോൾ വ്ളാഡിമിർ സെലൻസ്കി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് റഷ്യ സഹകരിച്ചുള്ള റഷ്യയുടെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു ചർച്ചയിലൂടെയായിരിക്കും ഈ യുദ്ധത്തിൽ സമാധാനം പുലരുക എന്ന് സെലൻസ്കി അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ പിന്നോട്ടില്ല എന്നതിൻ്റെ സൂചനയും സെലൻസ്കി നൽകുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ഇരകളാക്കപ്പെട്ടവരായിട്ടല്ല യുക്രൈനെ അറിയപ്പെടാൻ പോകുന്നത്, ശക്തമായിട്ട് തിരിച്ചടിച്ച പോരാളികളായിട്ടായിരിക്കും യുക്രൈനെ പറ്റി അറിയപ്പെടാൻ പോവുക എന്നും സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം യുക്രൈൻ സന്ദർശനത്തിലായിരുന്നു കനേഡിയൻ പ്രസിഡന്റായിട്ടുള്ള മാർക്ക് കാർണി. അദ്ദേഹം കാനഡയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. റഷ്യയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള സമാധാന ഉടമ്പടികൾ ഉണ്ടാകണമെന്നും മാർക്ക് കാർണി വ്യക്തമാക്കുകയുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ റഷ്യ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല, ഇതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു സൂചന എന്ന് പറയുന്നത് യുക്രൈൻ്റെ കിഴക്കൻ മേഖലകളായിട്ടുള്ള ഡോൺബാസ് മേഖല, ഈ മേഖലകളിൽ റഷ്യ തങ്ങളുടെ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ഈ യുദ്ധം തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെ ഈ മേഖല അത് റഷ്യ കണ്ണുവെച്ചതായിരുന്നു. ഇവിടുത്തെ ഒരു 60% നിയന്ത്രണവും ഇപ്പോൾ റഷ്യയുടെ കയ്യിൽ തന്നെയാണ്. എന്നാൽ ഈ മേഖല പൂർണ്ണമായിട്ടും പിടിച്ചടക്കാതെ റഷ്യ പിന്നോട്ടില്ല എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നതെന്ന് കൂടിയാണ് ഇപ്പോൾ ഈ ചർച്ചകൾ വൈകിപ്പിക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നത്. പുടിൻ മുമ്പോട്ട് വെച്ച അമേരിക്കയിൽ നടന്ന ചർച്ചയിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് പ്രതികരണങ്ങളാണെങ്കിലും പുടിൻ മുന്നോട്ട് വെച്ചത് ഈ ഡോൺബാസ് മേഖലയുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം അത് റഷ്യയ്ക്ക് വേണമെന്ന് തന്നെയായിരുന്നു. എന്നാൽ ഇതൊരിക്കലും വിട്ടുകൊടുക്കാൻ സാധ്യമല്ല എന്ന് സെലൻസ്കിയും അറിയിച്ചിട്ടുണ്ട്. ഈ മേഖല അപ്പോൾ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന അതുപോലെ തന്നെ പലരും വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മേഖലയുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും റഷ്യയുടെ കയ്യിൽ വന്നതിന് ശേഷം ഒരു ചർച്ചയ്ക്ക് ഇരിക്കാമെന്നുള്ള ഒരു നീക്കമായിരിക്കും റഷ്യ ഇപ്പോൾ നടത്തുന്നത് എന്നാണ് പലരും മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംശയം. ആര്യ, തീർച്ചയായും. അജയ് സുധാബിജുവാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെങ് മ്യൂങ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. യോഗത്തിൽ സുരക്ഷാ വിഷയങ്ങൾ, താരിഫ് നിരക്കുകൾ എന്നിവ പ്രധാന അജണ്ടകളിൽ ഒന്നായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദക്ഷിണ കൊറിയ US സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിർണായകമാണ് ഈ യോഗം.
അന്താരാഷ്ട്ര സഹകരണത്തിലൂടെ റോഹിംഗ്യൻ അഭയാർത്ഥികളെ തിരിച്ചയക്കുന്നത് ചർച്ച ചെയ്യാനുള്ള യോഗം ബംഗ്ലാദേശിൽ തുടരുന്നു. ഇന്നലെയാണ് കോക്സ് ബസാറിൽ 3 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം ആരംഭിച്ചത്. മ്യാൻമറിലെ സൈനിക ഭരണകൂടത്തിന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ 1.3 ദശലക്ഷത്തിലധികം റോഹിംഗ്യകളാണ് ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്തത്. അപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. സംഭവിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രമേ ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാൾ പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാൾ പേടിക്കുന്നു, ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമ്പോൾ ഇങ്ങനെയുള്ള അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പയറിങ് മെസ്സേജാണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയതുപോലെ തന്നെ ഇയാൾ അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് നിന്നെയൊക്കെ എനിക്ക് അയാൾക്കുള്ള വൈകൃത എന്ന് പറഞ്ഞാൽ നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഇവിടെയല്ല, നമുക്ക് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ആണ് അയാൾ സജക്ഷൻ ചെയ്ത 2 ഹോട്ടലുകൾ. അവിടെ നമുക്ക് പോകാം. ഇവിടേക്ക് ഇങ്ങനെ ഇതായാൽ ആളുകൾ കാണും. ഒന്നാമത് ഞാനും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണ്. വാർത്തകളിലേക്ക്. ധർമ്മസ്ഥല കേസിൽ SIT അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന ഗുരുതര ആരോപണവുമായി ആക്ഷൻ കമ്മിറ്റി. അന്വേഷണം പ്രതികളിലേക്ക് എത്തുമെന്ന് ഉറപ്പായതോടെ കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നതായാണ് ആരോപണം. ശുചീകരണ തൊഴിലാളി മൊഴിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പുതിയ പരാതികൾ വരുന്നത് തടയാൻ ഭീഷണിപ്പെടുത്തുകയാണെന്നും ക്ഷേത്രത്തെ മറയാക്കി വ്യാജ പ്രചാരണം നടക്കുന്നതായും ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഈ SIT ടീം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവരുടെ ജോലി ചെയ്തിട്ടുണ്ട്. അവർ ഓഫീസിൽ നല്ല രീതിയിൽ അതെങ്ങനെയാണെങ്കിലും ആവും. ഇത് നിർത്തിയേ പറ്റുള്ളൂ. ഈ ഒരു ചിന്തയിൽ ഇത്ര ഫൈറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വലിയ വ്യക്തികളെന്ന് പറഞ്ഞവരൊക്കെ എന്നയ്ക്ക് എന്താ കൊടുക്കുമെന്ന് പറയുന്നത്? ഇവർ പോരെ, ഇവരെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ? സത്യാസത്യം പുറത്തു വരുമെന്ന് അറിയാം. നാളെ ഇവർ കുരുക്കാമെന്നറിയാം. ഇതും കൊണ്ട് ഇത്ര കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമല്ല, ഇപ്പം പത്മലത്ത കേസ് സത്യം അറിയാം ആരാന്ന്? ഈ പ്രഭവത്തിന് അനിയൻ തന്നെയാണ്. ഇവരെല്ലാം കൂടിയാ ഈ ആനമുഖത്ത് നിന്ന് 2 പേരെ കൊന്നത്, തലേനെ മറ്റേ കല്ലിട്ട് തോടുന്നത് ആ ചേട്ടനെ അനിയനെ. ഇതിലും അറിയാം ആരാന്ന്? സത്യം അറിയാം. ആരാ കൊന്നേന്നും അറിയാം. ഇപ്പോൾ ഓരോരുത്തരും പിടിച്ചാലറിയാം. ഇപ്പം ഞാൻ കൊടുത്ത കേസിനകത്തും അറിയാം ഇതിനകത്ത് ആരാ കൊള്ളേന്ന്. അതും പിടിച്ചാലറിയാം. വേദവല്ലി എന്ന് പറഞ്ഞാൽ അവരും കംപ്ലയിൻറ്റ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. അവരോട് അതിലും അറിയാം. ഇതെല്ലാത്തിലായിട്ട് കിട്ടി വീഴുന്നു 100 പറഞ്ഞ് ഉറപ്പിച്ചത്. അവിടെ കൊല ചെയ്തിട്ടുണ്ട്, റേപ്പ് ആൻഡ് മർഡർ ചെയ്തിട്ടുണ്ട്, പാവപ്പെട്ടവരെ ഭൂമിയെല്ലാം നിന്നിട്ടുണ്ട്. ഈ പുള്ളിൻ്റെ വായിന്ന് വരുന്ന വാക്കുകൾ അങ്ങനെ അത്ര കേൾക്കാൻ പായാത്ത വാക്കുകളാണ്. ഞാൻ പറയാം, ഇതെല്ലാം നടന്ന സംഭവമാണ്. ഈ വരുന്നവരെ പറഞ്ഞത് ഞാൻ പറയുന്ന കള്ളമ ഇങ്ങനെയൊന്നും നടന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരു തേങ്ങ അടിക്കാൻ പറഞ്ഞ ഒരു മനുഷ്യൻ ചെയ്യുന്നില്ല. എന്നുകൊണ്ട് ഞാനത്ര ധൈര്യമായിട്ട് പറയുമ്പോൾ അവർക്ക് എടുക്കാൻ പറ്റില്ല. അത് ഇന്നും കൂടെ എടുക്കുന്നില്ല. സത്യം ഇന്നല്ല നാളെ ഇവർ എത്ര കാശുണ്ടെങ്കിലും എത്ര പ്രഭാവി വ്യക്തികളാണെന്ന് ഞാൻ പറയാം, ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്ത് വന്നേ വരൂ. KV ബൈജു നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ധർമ്മസ്ഥലയിൽ വളരെ കാര്യക്ഷമമായ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടെയാണ് എല്ലാം പൊടുന്നനെ തകിടം മറിയുന്നത്. സാക്ഷിയായിട്ടുള്ള ശുചീകരണ തൊഴിലാളി തന്നെ പ്രതിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ആദ്യം പരാതി ഉന്നയിച്ച പലരും പിന്മാറുന്ന സാഹചര്യം കണ്ടു. അതിലെല്ലാം ഒരു അട്ടിമറി നീക്കമാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നത്. ആക്ഷൻ കമ്മിറ്റി പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്? അതോടൊപ്പം ഈ അന്വേഷണത്തിന്റെ ഗതി ഇപ്പോൾ അതെങ്ങനെയാണ്? ആര്യ, ഗുഡ് മോർണിംഗ്. ഇതിൽ പ്രധാനമായും ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന ഗുരുതര ആരോപണവുമായാണ്. പ്രധാനമായും ഇവർ പറയുന്നത് പ്രതികളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ കേസ് പൂർണ്ണമായും അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ്. കാരണം SIT അന്വേഷണം ഇപ്പോഴും
തൃപ്തികരമാണെന്ന ഒരു രീതിയിലാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. ഇത് കേസ് NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് കൈമാറണം എന്ന ആവശ്യം ഉയരുന്ന അതിനെയും അവർ എതിർക്കുന്നുണ്ട്. SIT അന്വേഷണം തന്നെ മതി എന്നാണ് ഇവർ പറയുന്നത്. ഈ സാക്ഷി ഇപ്പോഴും ഇതേ നിലപാടിൽ, അതായത് നേരത്തെ എന്താണോ വെളിപ്പെടുത്തിയത് അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇയാളിപ്പോൾ SITയുടെ കസ്റ്റഡിയിലാണ്. കാരണം ഈ തെളിവിനായി കൊണ്ടുവന്ന ഈ തലയോട്ടി അതുമായി ബന്ധപ്പെട്ട് പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകിയെന്ന ഒരു കാരണം പറഞ്ഞ് ഇപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്ത് 10 SIT കസ്റ്റഡിയിലാണുള്ളത്. ഇയാൾ ഇപ്പോഴും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെന്നാണ് ഈ ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. കൂടുതൽ പരിശോധന നടത്തണം, സത്യം എന്നായാലും പുറത്തു വരുമെന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ സംഭവം പൂർണ്ണമായും ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന രീതിയിൽ വലിയ തോതിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തെ മറിയാക്കി വലിയ തോതിൽ പ്രചരണം നടക്കുന്നു എന്നും ആക്ഷൻ കമ്മിറ്റി പറയുന്നു. ഏതെങ്കിലും തരത്തിൽ ക്ഷേത്രത്തിനെ തകർക്കാനോ അല്ലെങ്കിൽ ക്ഷേത്രത്തിനോ എതിരല്ല ആക്ഷൻ കമ്മിറ്റി എന്നാണ് ഇവർ ഇതിൽ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഈ ക്ഷേത്രത്തിന് സമീപവുമായി ബന്ധപ്പെട്ട് ഈ ലോഡ്ജുകളും മറ്റുമായി കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് കൃത്യമായ തെളിവുണ്ട് എന്നതാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് വരുന്നത്. എന്നാലും കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ യോഗം ചേർന്നത്. ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റി വലിയ തോതിൽ ആളുകൾ പങ്കെടുത്ത് യോഗം ചേർന്നിട്ടുണ്ട്. ഭാവി പരിപാടികൾ ഇനി ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൽ ഇവർ കൃത്യമായ ആലോചനകൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് SITയും അന്വേഷണം വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ കൂടുതൽ ആളുകളെ കസ്റ്റഡിയിലെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SIT കടക്കുന്നുണ്ട്. ഒരു പക്ഷേ കുഴിച്ച് പരിശോധന വീണ്ടും പുനരാരംഭിക്കാനുള്ള ഒരു ആലോചനയും SIT നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. ഇതിൽ സത്യം പുറത്തു വരണം, ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരും. മാത്രമല്ല കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് നേരത്തെ ഭയം കാരണം പുറത്തു വരാത്തവർ ഇപ്പോൾ ഈ രീതിയിൽ പുറത്ത് പരാതിയുമായി വരുന്നത് തടയുക, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. ഈ കേസ് പൂർണ്ണമായും അട്ടിമറി നടത്തി ഇത് ഇല്ലാതാക്കുക, അതാണ് ഇത്തരത്തിലുള്ള പ്രചരണത്തിന് പിന്നിലെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ആക്ഷൻ കമ്മിറ്റി ശക്തമായി രംഗത്ത് വരുന്ന സാഹചര്യം ഇപ്പോൾ ധർമ്മസ്ഥലയിൽ വീണ്ടും കാണുന്നു. പുതിയ പരാതികൾ വീണ്ടും വരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ആക്ഷൻ കമ്മിറ്റി സജീവമാകുന്നത്. ഈ സംഭവം കൃത്യമായി നിഷ്പക്ഷമായി അന്വേഷണം എന്നൊരു ആവശ്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. അന്വേഷണം കൃത്യമായി പ്രതികളിലേക്ക് എത്തുന്നു എന്ന ഘട്ടം എത്തിയപ്പോൾ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി നടത്തിയിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക്. അത് ഞാൻ തന്നെ എന്ന സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരണം പൂർത്തിയായി. ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ റഷ്യൻ പശ്ചാത്തലത്തിലുള്ള ചിത്രം സംഗീത സാന്ദ്രമാണ് എന്ന് സംവിധായകൻ ജയചന്ദ്രൻ വ്യക്തമാക്കി. ഗുരുപൂർണിമ ഫിലിംസിന്റെ ബാനറിൽ N. സുചിത്രയാണ് ചിത്രം നിർമ്മിക്കുന്നത്. മലയാളത്തിലെ താരങ്ങൾക്കൊപ്പം റഷ്യൻ താരങ്ങളും പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ദേശീയപാത 85ന്റെ നിർമ്മാണ പ്രതിസന്ധിക്ക് ഇടവരുത്തിയ കോടതി വിധി മറികടക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇല്ലെന്ന ആക്ഷേപം. ദേശീയപാത കടന്നു പോകുന്ന പ്രദേശം വനഭൂമി എന്ന് സർക്കാർ നൽകിയ സത്യവാങ്മൂലമാണ് കോടതി നിരോധനാജ്ഞ പുറപ്പെടുവിക്കാനുള്ള കാരണമായത്. സത്യവാങ്മൂലം മാറ്റിക്കൊടുക്കുവാൻ സർക്കാർ തയ്യാറാവാത്തത് മൂലമാണ് നിർമ്മാണ നിരോധനം പിൻവലിക്കുവാൻ കഴിയാത്തത് എന്നാണ് ആക്ഷേപം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം മുതൽ വാളറ വരെ നടന്നു വന്നിരുന്ന നവീകരണ പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി വിധി സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന വിവരം പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്ന് ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നിരവധി പ്രതിഷേധങ്ങളുമുണ്ടായി. എന്നാൽ സത്യവാങ്മൂലത്തിലെ പിഴവ് വ്യക്തമായിട്ടും പുതിയ സത്യവാങ്മൂലം കോടതിയിൽ നൽകാത്തത് സർക്കാരിന്റെ വീഴ്ചയാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ മൂന്നാറിലേക്ക് വന്നു. ഈ വന്നു പോകുന്ന വഴി റോഡിന്റെ പൂർണ്ണമായും നിർമ്മാണ പ്രവൃത്തി തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഈ തടഞ്ഞു വെച്ചത് മൂലം കഴിഞ്ഞ 3 മാസമായി അടിമാലി മേഖലയിലെ NH സംരക്ഷണ സമിതി നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി സംസ്ഥാന ഗവൺമെന്റ് ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിധിക്ക് എതിരെ പുതിയതായ അഫിഡവിറ്റ് കൊടുക്കണമെന്നുള്ളതാണ് ആവശ്യം.
ഓഗസ്റ്റ് 20-ന് ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിച്ചപ്പോൾ നിർദ്ദിഷ്ട ഭൂമി റവന്യൂ വകുപ്പിന്റേതാണെന്നുള്ള പുതിയ സത്യവാങ്മൂലം നൽകാൻ സർക്കാർ തയ്യാറായില്ല. തിരുത്തലുകളുണ്ടെങ്കിൽ പുതിയ സത്യവാങ്മൂലം നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും ഇതിന് തയ്യാറാവാത്തത് വലിയ പ്രതിസന്ധിയാവുകയാണ്. ദേശീയപാതയുടെ നിർമ്മാണം സർക്കാർ ഇടപെട്ട് അട്ടിമറിക്കപ്പെടുകയാണെന്നും ഹൈറേഞ്ചിന്റെ വികസനത്തിന് സംസ്ഥാന സർക്കാരിന്റെയും വനംവകുപ്പിന്റെയും നടപടികൾ തന്നെയാണ് തടസ്സമാകുന്നതെന്നും ആക്ഷേപമുയരുന്നു. ന്യൂസ് 18 ഇടുക്കി. ഏലപ്പാറയിലെ ഹെലിബറിയ തേയിലത്തോട്ടം തുറക്കുന്നതിന് വേണ്ടി അധികൃതരുമായി നടത്തിയ ചർച്ച പരാജയം. തോട്ടം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ചയാണ് പരാജയപ്പെട്ടത്. 2 ദിവസം വീണ്ടും ചർച്ച നടക്കും. ഇക്കഴിഞ്ഞ ജൂലൈ 8-നാണ് പീരുമേട് ഹെലിബറിയ തോട്ടം ഉടമകൾ അടച്ചുപൂട്ടിയത്. തോട്ടം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ തോട്ടം ജനറൽ മാനേജർ, തൊഴിലാളി യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തുവെങ്കിലും ചർച്ച വിജയം കണ്ടില്ല. പ്രശ്നപരിഹാരത്തിന് കഴിഞ്ഞ 14-ന് പീരുമേട് ഡെപ്യൂട്ടി ലേബർ കമ്മീഷൻ ഓഫീസിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് എറണാകുളത്ത് റീജിയണൽ ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ച നടത്തിയത്. തോട്ടമുടമകൾ തൊഴിലാളികൾക്ക് 2 മാസത്തെ ശമ്പളം പോലും നൽകിയിട്ടില്ല. ഹെലിബറിയ, സെമിനി വാലി, ചിന്നാർ, വള്ളക്കടവ് എന്നീ 4 ഡിവിഷനുകളാണ് തേയിലത്തോട്ടത്തിനുള്ളത്. 800ഓളം തൊഴിലാളികളും ഇവിടെ ജോലി ചെയ്തിരുന്നു. ശമ്പളം ആവശ്യപ്പെട്ട് മാനേജ്മെന്റിനെ സമീപിച്ചപ്പോഴാണ് തോട്ടം പൂട്ടിയ വിവരം തൊഴിലാളികൾ അറിഞ്ഞത്. തുടർന്ന് യൂണിയൻ നേതാക്കൾ മാനേജ്മെന്റുമായി ചർച്ച നടത്തിയെങ്കിലും ശമ്പളമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായില്ല. തൊഴിലാളികളിൽ നിന്ന് പിരിച്ച 58 മാസത്തെ PF തുക കമ്പനി പ്രൊവിഡന്റ് ഫണ്ടിൽ അടച്ചില്ലെന്നും ആരോപണമുണ്ട്. പ്രതിഷേധം ശക്തമായതോടെയാണ് തൊഴിൽ വകുപ്പ് പ്രശ്നത്തിലിടപെട്ട് ചർച്ച നടത്തിയത്. ന്യൂസ് 18 ഇടുക്കി. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സംഭവിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാൾ പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാൾ പേടിക്കുന്നു, ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമോ അങ്ങനെയുള്ള. അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പാറിങ് മെസ്സേജ് ആണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയത് പോലെ തന്നെ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത്, നിന്നെയൊക്കെ എനിക്ക് അയാൾക്കുള്ള വൈകൃതം എന്ന് പറഞ്ഞ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഇവിടെയല്ല, നമുക്ക് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ആണ് അയാൾ സജക്ഷൻ ചെയ്ത 2 ഹോട്ടലുകൾ. അവിടെ നമുക്ക് പോകാം, ഇവിടേക്ക് ഇങ്ങനെ ഇതായാൽ ആളുകൾ കാണും, ഒന്നാമത് ഞാനും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. നിങ്ങളപ്പോ എന്ത് മറുപടിയാ പറഞ്ഞത് ഈ രീതിയിൽ സംസാരിച്ചപ്പോ ഞാൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, മാത്രമേ വേണ്ടിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമുക്കറിയാം, എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തിയാണ്, മാത്രമല്ല സമൂഹത്തിൽ ഒരു MLA ആണ്. അപ്പോൾ ഇയാളുടെ അടുത്ത് ഏത് രീതിയാണ് പ്രതികരിക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. പ്രതികരിച്ചാൽ ചിലപ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നും ഞാൻ ഭയന്നിരുന്നു. കാരണം ഇനി ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഇപ്പം അറിയാമല്ലോ. ഒരാൾ പ്രതികരിക്കുമ്പോൾ അയാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിന്നും മാത്രമല്ല സൈബർ ഇടങ്ങളിൽ അറ്റാക്കും ഇയാളുടെ കൂട്ടാളിൽ നിന്നൊക്കെ വല്ല പ്രശ്നങ്ങളും നേരിടാൻ സാധ്യതയുണ്ട്. ഇതിനെപ്പറ്റി ഒരു സൂചന ലഭിച്ചിട്ടായിരുന്നു ഞാൻ നേരത്തെ ഒരാഴ്ച മുമ്പ് നിങ്ങളെ വിളിച്ചത്. ഞാൻ നിങ്ങളെ വിളിച്ച കാര്യം ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും അറിഞ്ഞു. ഉടൻ തന്നെ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. തേജോവധം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് നൽകിയ മറുപടി. അപ്പോൾ ഞാനായിട്ടത് പറയുന്നില്ല, നിങ്ങളായിട്ട് അതുമായി രംഗത്ത് വരട്ടെ എന്നോർത്താണ് ഞാനൊന്ന് സംസാരിക്കാതിരുന്നത്. പിന്നീട് എനിക്ക് ആ സമയത്ത് ഉൾപ്പെടെ എനിക്ക് ഭയമായിരുന്നു. കാരണം ഇത് പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം അയാൾ ഒരു സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അയാൾ ഇങ്ങനെ ഒരു ആരോപണ വിധേയമാകുമ്പോൾ അയാൾ തിരിച്ച് നമ്മളെ ഏത് തരത്തിലാണ് ആക്രമിക്കാൻ പോകുന്നത്, അല്ല അയാളുടെ കൂട്ടാളികൾ ഏത് തരത്തിലാണ് നമ്മൾ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കാൻ പോകുന്നത്, നമുക്ക് മീൻസ് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സ്റ്റേജാണത്. പിന്നെ എനിക്കും പേടിയുണ്ട്. ഞാനും അയാളെ ഭയന്നിരുന്നു, ഇതൊക്കെ പുറത്ത് വന്നാൽ നാളെ എന്താവും ഇഷ്യൂ,
എന്ന് ഞാനും ആരെങ്കിലും ഒക്കെ പുറത്ത് പറയട്ടെ എന്ന് കാത്തിരിക്കുവായിരുന്നു. നിങ്ങൾ ആരോടെങ്കിലും ഔദ്യോഗികമായി ഈ സംഭവങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? പാർട്ടി ഏതെങ്കിലും നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയുമായി, ട്രാൻസ്ജെൻഡർ സംഘടനയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പാർട്ടിയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടോ ഈ കാര്യം? ഞാൻ നിലവിൽ ഇത് പാലക്കാട് BJPയുടെ ജില്ലാ അധ്യക്ഷനെ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ എനിക്ക് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തെളിവുകളടക്കം അദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ടല്ലേ? തെളിവുകൾ ഇവൻ നശിപ്പിക്കുകയാണ് ചെയ്തത്. തെളിവുകളൊന്നും തന്നെ ഇല്ല. ഇന്ന് രാവിലെ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ടുകളുണ്ട്. ഇന്ന് രാവിലെ എന്നെ കുറെ വീണ്ടും രാവിലെയിലേക്ക് സ്വാഗതം. ന്യൂസ് 18 Q18 വേണ്ടി ഒരു പ്രത്യേക അഭിമുഖം അനുവദിച്ചിരുന്നു നടിയും അമ്മ പ്രസിഡന്റുമായ ശ്വേത മേനോൻ. അനേകം വിഷയങ്ങളിൽ ശ്വേത മേനോൻ പ്രതികരിക്കുകയുണ്ടായി. അതിലെ ചില പ്രസക്ത ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. കാമസൂത്രയുടെ പരസ്യം അഭിമാനപൂർവ്വമാണ് ചെയ്തതെന്നും ഒരിക്കലും അതിൽ പശ്ചാത്താപമില്ലെന്നും അമ്മ പ്രസിഡന്റ് കൂടിയായ നടി ശ്വേത മേനോൻ പ്രതികരിച്ചു. കള്ളപ്പരാതിയുമായി നടക്കുന്നവർക്ക് ആ പരസ്യം സമൂഹത്തിനോട് പറയുന്നത് എന്താണെന്ന് വ്യക്തമാകാതെയല്ല. പരസ്യത്തിന്റെ ബൈബിൾ എന്ന് ലോകം വിളിക്കുന്ന ബ്ലാക്ക് ബുക്കിൽ ഇടം പിടിച്ചതാണ് കാമസൂത്രയുടെ ആ പരസ്യമെന്നും ശ്വേത Q18 പറഞ്ഞു. കാമസൂത്രയുടെ പരസ്യം അത് ഈ പരാതി വന്നുകൊണ്ടാണ്. അതൊരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അന്നത്തെ. പക്ഷെ ഈ പരാതി പറയുന്ന ആൾക്കാരും ഗ്ലാഡ്രാക്സിന്റെ ആദ്യത്തെ സൂപ്പർ മോഡൽ ആയിരുന്നു. അപ്പോൾ അതൊക്കെ പറയണം. പക്ഷെ മേ ബി ദേ ഡോണ്ട് നോ. അപ്പം അങ്ങനെ നല്ല കാര്യം അല്ല അങ്ങനത്തെ ഒരു വളരെ ബോൾഡ് ആയിട്ട് കൂടി അന്ന് മോഡലിംഗ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ടായിരുന്നു. കാമസൂത്ര എന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും ആദ്യത്തെ മോഡലാണ് അന്നു അഗർവാൾ, യുനോ, അവരായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഐ എം ദ സെക്കൻഡ് മോഡൽ. അപ്പൊ എല്ലാ മോഡൽ 2 വർഷം ഉണ്ടാവും. കാമസൂത്ര മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അഡ്വർടൈസ്മെന്റ് ബൈബിൾ എന്ന് പറഞ്ഞ ബ്ലാക്ക് ബുക്ക് ഉണ്ട്, വേൾഡ് ബ്ലാക്ക് ബുക്ക്. എന്റെ കാമസൂത്ര മോഡൽ ആ ഒരു ആഡ് ഹാഡ് ഗോൺ ടു ദ ബൈബിൾ ഓഫ് അഡ്വർടൈസ്മെന്റ് ബ്ലാക്ക് ബുക്ക്. സോ ഇറ്റ് വാസ് എ ബിഗ് അംഗീകാരം. അത് ഇവിടെ ആർക്കും മനസ്സിലാവില്ല. ബിക്കോസ് ഇറ്റ് വാസ് സച്ച് എ വെരി എസ്തറ്റിക്കലി നമ്മൾ പോലെ ഭയങ്കര ക്ലാസി ഷൂട്ട് ചെയ്ത ഒരു ആഡാണ്. അല്ലാതെ ഇവർ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഇറ്റ്സ് എ വെരി ക്ലാസി. ടോപ്പ് ഫോട്ടോഗ്രാഫർ, ടോപ്പ് കോസ്റ്റ്യൂമർ, ടോപ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെ ഫുൾ ബോഡി മേക്കപ്പ്. ഒരു ഷോട്ട് അല്ലെ 4-5 ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 4, ബിക്കോസ് ഫുൾ ബോഡി പെയിന്റ് നടക്കണം. അങ്ങനെയൊക്കെ ഭയങ്കര കുറെ ഇതുണ്ടായിരുന്നു. സോ ഐ വാസ് വെരി പ്രൗഡ്. പക്ഷെ ഐ വാസ് ദ ഓൺലി മോഡൽ ഹു വാസ് റിപ്പീറ്റഡ്. 2 വർഷം ഞാൻ ഒരു മോഡൽ ഇന്ദ്രസുധന്റെ കൂടെ ചെയ്തു. അത് കഴിഞ്ഞ് 2 വർഷം ഞാൻ ഷാവർ അലീന്റെ കൂടെ ചെയ്തു. സോ ഐ എം ദി ഓൺലി മോഡൽ ഹു ഡിഡ് ഫോർ 4 years. യുനോ, സോ ഐ വാസ് വെരി ഹാപ്പി. ആ ഒരു റിപ്പീറ്റ് ആയത്. സോ ഐ ബീൻ വെരി ലക്കി അപർണ. എനിക്ക് അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പോഷർ എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും കിട്ടാറില്ല. ആ എക്സ്പോഷറിന് നന്നായിട്ട് കൈകാര്യം എങ്ങനെ ചെയ്യണം അത് എനിക്ക് പഠിപ്പിച്ച സാധനം എൻ്റെ എക്സ്പോഷർ തന്നെയാണ്. അത് കാമസൂത്രയുടെ ഒരു ആഡിന് റിപ്പീറ്റ് ചെയ്തു പോലും എത്ര പ്രൗഡായിട്ട് പറയുമ്പോൾ ഇതിന് അഗെയിൻസ്റ്റ് ആണ് ഈ പരാതി വന്നതെന്നുള്ളതാണ് രസം. അന്ന് മലയാള സിനിമയായിട്ട് അങ്ങനെ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് വലിയ ഇതൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു. ഒരു മലയാളി ചെയ്തു ഇതുപോലെ ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ അന്നും ചെറിയ പ്രൊട്ടസ്റ്റും ചെറിയ പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായപ്പം അച്ഛൻ മിലിറ്ററി പേഴ്സൺ അച്ഛൻ എന്ന് പറഞ്ഞത് അവളൊരു വലിയ കോഴ്സിന് വേണ്ടിയിട്ടാണ്. അച്ഛൻ അങ്ങനെയല്ല. അച്ഛൻ പറഞ്ഞത് കുറെ ഇങ്ങനെ മീഡിയാസ് വരുന്നുണ്ടായിരുന്നു, ഒരു മലയാളി പെൺകുട്ടിയാണ്, എങ്ങനെ നിങ്ങളെല്ലാം ചെയ്തു, നിങ്ങൾക്ക് അറിയോ നിങ്ങളുടെ മോള് എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, അവള് ഒരു കോഴ്സാണ്, അവള് ഷീസ് ജസ്റ്റ് സെയിങ് ഹാവ് എ സേഫ് സെക്സ്. ഗവൺമെന്റ് വരെ പറയുന്നുണ്ട്. കോണ്ടം മെഷീൻസ് വെച്ച കൺട്രീസ് ആണ്. ഇന്നല്ല, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ കേട്ടോ. സോ അന്ന് ദാറ്റ് വാസ് നോട്ട് കോണ്ടം, നിരോധ്. അങ്ങനത്തെ മെഷീൻസ് ഗവൺമെന്റ് പറയുന്ന. ഇറ്റ്സ് എ ഗുഡ് കോസ്. ഷീസ് ജസ്റ്റ് സെയിങ് വേറെ എന്ത് പറയും, എന്ത് എക്സ്പ്ലനേഷൻ. ഞാൻ എൻ്റെ ജോലിന്റെ ഒരു കാര്യം ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ഇപ്പോൾ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ബട്ട് ആസ് എ മോഡൽ ഐ കൻ ഓൺലി സെൽ പ്രോഡക്ട്സ്. അങ്ങനെ പേഴ്സണൽ വിഷയങ്ങളിലും പ്രൊഫഷണൽ വിഷയങ്ങളിലും ഒക്കെ അമ്മ പ്രസിഡന്റ് കൂടിയായി ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട നടി ശ്വേത മേനോൻ Q18 വിശദമായി സംസാരിച്ചിട്ടുണ്ട്. Q18
പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് ന്യൂസ് 18 കേരളത്തിൽ ഉടൻ കാണാൻ സാധിക്കും. ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ, കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഈ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ തിരികെ വിളിക്കാനുള്ള ബംഗാൾ സർക്കാരിന്റെ നീക്കത്തെക്കുറിച്ച്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു തുടർ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ നീക്കം നടപ്പായാൽ സംസ്ഥാനത്തെ കാത്തിരിക്കുന്നത് ഗുരുതരമായ പ്രതിസന്ധിയാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം അതിഥി തൊഴിലാളികൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇന്ന് കേരളത്തിലെ ഓരോ ആളുകളുടെയും നിത്യജീവിതത്തിന്റെ ഭാഗം കൂടി ആയിരിക്കുകയാണല്ലോ. അതിഥി തൊഴിലാളികൾ നിർണായകമായ സംസ്ഥാനത്തെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇത്തരത്തിൽ കൂട്ടത്തോടെ മടങ്ങിപ്പോയാൽ ഈ പല മേഖലകളും സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കും എന്നതാണ് സാഹചര്യം. മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിൽ വിശ്വാസമില്ലെന്നാണ് ഇപ്പോൾ ബംഗാളികൾ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്. കേരളത്തിൽ ലഭിക്കുന്ന കൂലിയും അവസരങ്ങളും പശ്ചിമ ബംഗാളിൽ ലഭിക്കില്ലെന്ന് ഉറപ്പാണ്. കേരളത്തിൽ തങ്ങൾക്ക് സന്തോഷമാണെന്നും പെരുമ്പാവൂരിൽ ജോലി ചെയ്യുന്ന ബംഗാളികൾ പറയുന്നു. കാണാം പ്രതികരണം. മമതാ ബാനർജി ഈ ഓഫർ മുന്നോട്ട് വെച്ചപ്പോൾ ചങ്കെടുപ്പ് കൂടിയത് മലയാളികളുടെ കൂടെയാണ്. കാരണം മലയാളികൾക്കറിയാം, ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ജോലികൾ ചെയ്യുന്ന, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മേഖലയിലായിക്കോട്ടെ, സ്വർണ്ണ മേഖലയിലായിക്കോട്ടെ, പ്ലൈവുഡ് ഫാക്ടറികളിലായിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഏത് സംസ്ഥാനങ്ങളിൽ നിന്നായിക്കോട്ടെ, നമ്മൾ ഇവരെ പൊതുവെ വിളിക്കുന്നത് ബംഗാളികൾ എന്ന് തന്നെയാണ്. എന്തായാലും മമതാ ബാനർജി മാസം 5000 രൂപ നൽകാമെന്ന ഓഫർ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇവരെ തിരികെ വിളിക്കുമ്പോൾ അവർ പോകുമോ ഇല്ലയോ എന്നാണ് ന്യൂസ് 18 ഒന്ന് പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്, പശ്ചിമ ബംഗാളിൽ നിന്ന് എത്തുന്നവരുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഭയ്യ, 5000 രൂപയാണ് മമതാ ബാനർജി നിങ്ങൾക്ക് ഓഫർ തന്നിരിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുക, ഒപ്പം അവിടെ ജോലിയും ഒക്കെ ഉണ്ടെന്ന്. പോകുമോ കേരളം വിട്ട്? നമുക്ക് പോകില്ല. നമുക്ക് ഇവിടുത്തെ ജോലിയുണ്ട്. അവിടെ എന്തെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ ജോലി ഉണ്ടാവില്ല. എന്തെങ്കിലും വെറുതെ അവർ പറയുന്നുള്ളൂ. നമ്മുടെ ഇവിടെ തന്നെ നിൽക്കാം, പോകുന്നില്ല. ഇപ്പോൾ പോകില്ല. ബോർഡ് സമയത്ത് മാത്രം പോവും, ബോർഡ് അടിക്കാൻ, ലീവിന് വേണ്ടി മാത്രം പോകും. അതെ അതെ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പോകുന്നില്ല. ഈ മമതാ ബാനർജി ഇപ്പൊ മുന്നോട്ട് വെച്ച ഓഫർ, അത് നിങ്ങൾക്ക് വിശ്വാസമില്ല? വിശ്വാസമില്ല. അത് ശരിക്കും എല്ലാവർക്കും അത് കിട്ടൂല. അത് ഈ സർക്കാരിൻ്റെ ആൾക്കാർ കുറച്ചാളൊക്കെ മാത്രമേ കിട്ടും. അവർ വെറുതെ പണിക്കാരെ വിളിക്കണ്ടേ? അവരെ വെറുതെ പോയിട്ട് നമുക്ക് ഒരു ഇത് കിട്ടൂലല്ലോ. പിന്നെ അവിടെ വേറെ എന്തെങ്കിലും ജോലി അവിടെ കിട്ടൂല നമുക്ക്. കേരളത്തിൽ വന്നിട്ട് എത്രയായി? ഞാൻ പറഞ്ഞത് ഒരു 18 കൊല്ലമായത്. എങ്ങനെയുണ്ട് കേരളം? ഒരു കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല ജോലി കിട്ടുന്നുണ്ട്, പൈസ ഒക്കെ കിട്ടുന്നുണ്ട്. ആ പൈസ തന്നെ നമുക്ക് വീട്ടിൽ അയക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇപ്പോൾ ജീവിക്കണേ. ഫാമിലി ഇവിടെ ഉണ്ട്. എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്. കേരളം ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടെ ഓരോ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ ജീവിക്കാൻ. അവിടെ ജോലി ചെയ്ത് കിട്ടുന്നതിനെക്കാട്ടിയും പൈസ ഇവിടെ കിട്ടും, ഡബിൾ കിട്ടാണ്ട് ഇവിടെ തന്നെ. പിന്നെ ഇവിടെ ജീവിക്കാൻ നല്ലതൊക്കെ ആൾക്കാർക്ക്, ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ലത്. അവിടെ കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ജീവിക്കാൻ നല്ല അവർ കഷ്ടപ്പെട്ടാണ് അവിടെ തന്നെ. അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. അവിടെ പോയില്ല. हम लोग उधर जाएगा नहीं, इधर रुकेगा. इधर पैसा ज़्यादा है, उधर जाके क्या करेगा? उधर हम लोग को ममता बनर्जी 5000 देगा, बाद में मिलेगा नहीं, कोई गारंटी नहीं है. जब ज़्यादा प्रॉब्लम होगा तब जाने के लिए होगा, तब अभी जाएगा नहीं, उधर नहीं जाएगा. ഇവിടെ കേരളത്തിൽ വന്നിട്ട് എത്രയായി? 18 വർഷമാവും. ഫാമിലി എല്ലാം ഇവിടെ? ഫാമിലി എവിടെ ഇല്ല, ഫാമിലി വീട്ടിലുണ്ട്. അപ്പോൾ പൈസ അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കും. പൈസ അയച്ചു കൊടുക്കും. ഇടയ്ക്ക് ലീവിനാണ് പോകുന്നത്. എത്ര നാളത്തേക്കായിരിക്കും ലീവിനൊക്കെ പോകുക? ലീവ് ഇപ്പോൾ ഇത്ര 2 മാസം, ഇവിടെ 6 മാസം 7 മാസം, പിന്നെ അവിടെ പോകും, പിന്നെ 2 മാസം നിൽക്കും, പിന്നെ തിരിച്ചിട്ട് വരും. അങ്ങനെയാണ് പോയി വരുന്നത്. അപ്പോൾ എന്തായാലും ഇവർ പറയുന്നത് ഞങ്ങൾ കേരളം വിട്ടു പോകില്ല. കാരണം കേരളത്തിൽ ജീവിക്കാൻ വളരെ സൗകര്യമുണ്ട്. അവിടെ കിട്ടുന്നതിനേക്കാളും തുക, ശമ്പളം അവർക്ക് ഇവിടെ കിട്ടും. അതിനൊക്കെ അപ്പുറത്തേക്ക് മമതാ ബാനർജിയുടെ ഈ ഒരു വാഗ്ദാനത്തിൽ ഇവർക്ക് പ്രതീക്ഷയില്ല. ഇത് ഇവിടുത്തെ ജോലി കളഞ്ഞ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്ന് തന്നെയാണ് ഇവരൊക്കെ പറയുന്നത്. തിരിച്ച് കേരളം വിട്ടു പോകും. अभी कम करने का है, घर में पैसे देने का है, पैसा का ज़रूरत है. अभी कैसे जाएगा? अभी जाएगा नहीं. हम लोग इधर काम करते हैं, इधर काम करेगा. अभी जाएगा नहीं. वो इलेक्शन का टाइम में जाएगा, अभी जाएगा नहीं. वो अभी जाएगा. ममता बनर्जी वो ऑफर नहीं चाहिए.
वो ऑफर नहीं चाहिए। इधर काम करता है इधर काम करेगा, वो ऑफर नहीं चाहिए हम लोग को। वो 1-2 महीने के लिए देगा, बाद में देगा नहीं, उसके बाद क्या होगा, हम जाएगा नहीं अभी, बस इतना ही। अभी जाएगा नहीं, उधर में काम करेगा, पैसे का ज़्यादा ज़रूरत है ना, इसीलिए उधर बंद होगा तो प्रॉब्लम नहीं, उधर बैठ के खाएगा, बाद में जाएगा, उधर जाएगा नहीं, उधर में ही थकेगा। हम गरीब आदमी किधर जाएगा, काम करेगा तो खाना मिलेगा, नहीं तो मिलेगा नहीं, क्या करेगा। पूरा एक ही बात है, हम भी जाएंगे नहीं, इधर ही रुकेगा, इधर ही अच्छा है। हमारा मालिक अच्छा है ना, क्या प्रॉब्लम नहीं है, रूम में बैठेगा तो मालिक रेशन देगा, कोई प्रॉब्लम नहीं है, जाएगा नहीं, उधर में ही थकेगा। उधर मेरा 15 साल हो गया और 2 साल बाद में घर जाएगा, अभी जाएगा नहीं, उधर ही थकेगा। ഇവിടെ കാം ഓക്കെ ഹാപ്പി हाँ काम सुपर, काम सुपर। ഓണർ മുതലാളി हाँ हाँ ओनर अच्छा है, हाँ अच्छा है। वो कंपनी में अभी 2 हफ्ता इधर काम चलता नहीं बराबर, वो ज़्यादा प्रॉब्लम इधर होता है। और वो मुख्यमंत्री दीदी बोलता है 1 महीना के लिए 5,000 दे देगा पैसा, वो 5,000 में घर में पैसा भेजेगा, ना खाना खाएगा ना क्या करेगा। इधर कंपनी में काम चलता नहीं बराबर, और वो उधर बोलता है मुख्यमंत्री 1 महीना में 5,000 देगा, पूरा आदमी बंगाल में वो बोलता है वापस आओ 5,000 करके देगा। वो दीदी बोलता है 5,000 देगा तो घर में बीवी बच्चा का क्या देगा। वो दीदी बार बार बोलता है आदमी लोग बंगाल का आदमी पूरा लोग गाँव आओ 5,000 करके महीना में देगा, और इधर चलता नहीं काम, ज़्यादा मुश्किल है मैं लोग का है। कंपनी में काम चलेगा तो ज़्यादा मुश्किल होता है मैं लोग का है। एक ही बात है, नहीं जाएगा नहीं, इधर रुकेगा तो पैसा ज़्यादा मिलेगा ना, उधर जाके क्या फ़ायदा है, कुछ फ़ायदा ही नहीं है। इधर से काम करेगा, पैसा भेजेगा, बच्चा लोग खाएगा, बीवी खाएगा, पूरा अच्छा है, घर बड़ी बनाएगा। वो 5,000 रुपये में महीने में खाना खाएगा ना घर बड़ी करेगा, यही बात है। കേരളത്തിലെത്തിയിട്ട് എത്ര വർഷം? 25 വർഷമാവും. 25 വർഷം. 25 years. 25. ഫാമിലി ഫാമിലി ഉണ്ട്, ഫാമിലി ഇതാണ് വേനൽ ഗവൺമെന്റ്. അവിടെയുണ്ട്. വെക്കേഷൻ അങ്ങോട്ട് പോകും, ലീവില് അങ്ങോട്ട് പോകും. എന്നാലും ഒരു 4 വർഷം 3 വർഷം പിന്നെ അത് നാട്ടിൽ പോകും. നാട്ടിൽ പോകും. അവിടെയാണ് അതിനേക്കാളും നല്ലത് കേരളമാണ്. ഒരു മാസം വീട്ടിൽ നിൽക്കത്തെ തിരിച്ചു വരും, എങ്ങനെ പറഞ്ഞിട്ട്. ഫാമിലി ഇവിടെ കൊണ്ടുവരാറുണ്ടോ? വെക്കേഷന് ഇവിടേക്ക് വന്നിട്ടുണ്ടോ? കേരളം കണ്ടിട്ടുണ്ടോ? അല്ലല്ല, അവര് വന്നിട്ടില്ല. കൊണ്ടുവരുമോ? വന്നില്ല, അവിടെ മതി, വീട്ടിലെ അത് ചെയ്തത് മതി. അപ്പോൾ അതാണ് ഇവർ പറയുന്നത്. കേരളത്തിൽ തന്നെയായിരിക്കും അവർ ജോലി ചെയ്യുക, ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു പോകില്ല. വെക്കേഷന് പോവുക തിരിച്ചു വരിക എന്നതിനപ്പുറത്തേക്ക് അങ്ങോട്ടേക്ക് പോവില്ല. കാരണം അവരുടെ ജീവിത നിലവാരം, അവർക്ക് ലഭിക്കുന്ന പൈസ, കുട്ടികളുടെ വിദ്യാഭ്യാസം, മറ്റ് ചിലവുകളെല്ലാം തന്നെ നടന്നു പോകണമെങ്കിൽ അത് കേരളത്തിൽ തന്നെ ജോലി ചെയ്യണമെന്നാണ്. ഇത് കേൾക്കുന്ന മലയാളികൾക്ക്, ഒരു വിഭാഗം ആളുകൾക്ക് വലിയ ആശ്വാസം തന്നെയാണ് ഇവരുടെ വാക്കുകളും. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. ദീപ്തി മേരി വർഗീസ് ആണ് മാധ്യമങ്ങളെ കണ്ടത്. ഇനി നമ്മൾ രാവിലെയിൽ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ് കടക്കാൻ പോകുന്നത്. സ്പെഷ്യൽ ഡേയിൽ ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് ആരാധ്യയാണ്. ആരാധ്യയുടെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ ആരാധ്യയ്ക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ ആരാധ്യ. തൃശൂർ മരുതങ്കോട് സ്വദേശികളായ രീഷ്മ, മകൾ അനൗഷ്ക, 2 പേരുടെയും ജന്മദിനമാണിത്. അപ്പോൾ അമ്മയുടെയും മകളുടെയും ജന്മദിനം ഒരു ദിവസമാണ്. അപ്പോൾ 2 പേർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ന്യൂസ് 18 കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന്. എ വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇടവേളയ്ക്ക് ശേഷം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളാണ്. പോലീസ് പെട്രോളിൽ ടോം കുര്യാക്കോസ് ചേരും.